ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൻ. എന്തൊക്കെയുണ്ട്? അങ്ങനെ നമ്മൾ യൂണിറ്റ് ടോക്ക് 84 ആണല്ലേ ഇന്ന്. 84 ആഴ്ചകളായി നമ്മൾ ഈ ശനിയാഴ്ചകളിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ കുറച്ചായിട്ട് എടുക്കുന്നത്. ഞാൻ എടുത്തിരുന്നു, അഫ്സൽ സർ എടുത്തിരുന്നു. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പോകുന്നൊരു കമ്മ്യൂണിറ്റിയാണിത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കും നമ്മളെന്താ സമൂഹം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന്റെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഷെയർ സറും നമ്മൾ ഹസീന മാമും എനിക്കൊന്നൊരു വീഡിയോ മോഡിലാണ്, പക്ഷെ കാണാൻ പറ്റത്തില്ല ഫേസ്. സഫീല മാമും അല്ലേ കാണുന്നുള്ളൂ. വേറെ തിരക്കിലോ യാത്രയിലോ ഒന്നുമല്ല എങ്കിൽ ഹസീന മാമ വീഡിയോ മോഡിലുണ്ട്. താങ്ക് യു. നമ്മൾ പവർഫുൾ സപ്പോർട്ടായിട്ട് സഫീല മാമിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നമ്മളൊരു സ്റ്റുഡൻറ് തന്നെയാണ്. യുണീക്ക് എക്സിലെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സഫീല മാം ആണ്. നിങ്ങൾ പോസ്റ്ററിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അല്ല, ടോപ്പിക് ആരെങ്കിലും ഒക്കെ നോക്കിയിരുന്നോ? ഞാൻ എന്ന വ്യക്തി, നമ്മൾ എന്ന സമൂഹം എന്നുള്ള സംഭവമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. സെൽഫ് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ സെൽഫിഷ് ആണ്, എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി, സൊസൈറ്റിനോട് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ പലതും പല കാര്യങ്ങൾ കേൾക്കുന്നതാണ് നമ്മൾ. അപ്പൊ ആ ഒരു വിഷയത്തിൽ തന്നെയാണ് സഫീല മാം ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആളൊരു ടീച്ചറാണ് കേട്ടോ. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഇപ്പൊ ഈ ട്രെയിനിങ് കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആള് കുറച്ചായിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിന്റെ കോഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ബി.എഡ് കോളേജിൽ പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫീൽഡുമായി കണക്ട് ഉള്ളതാണ്. ടീച്ചേഴ്സിന്, ആളൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ എന്ന വ്യക്തിക്ക് എത്രത്തോളം ചേഞ്ചസ് കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും എന്നുള്ളത് ഒന്നും കൂടെ അറിയുന്നുണ്ടാവുമല്ലോ നമ്മളെക്കായൊക്കെ. കാരണം ഒരു പുതിയ ജനറേഷനെ, ഒരു സൊസൈറ്റിനെ വാർത്തെടുക്കുന്നതിൽ വലിയ റോള് വഹിക്കുന്ന ആളുകളല്ലേ ടീച്ചേഴ്സ്. എന്തായാലും അടിപൊളി സെഷൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻഷാല്ലാ. ഇതിന്റെ മുന്നേ നമ്മൾ യൂണിറ്റ് ടോക്കിൽ എപ്പോഴും ഒരു 3 കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഒരു ജഡ്ജ്മെന്റ് ഒന്നും അല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കാം. ഞാനൊരു ക്ലാസ് കേൾക്കാനിരിക്കുകയാണ്, അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട് എന്നില്ല. റൂമിന്റെ ഒരു കോട്ടുണ്ട്, എല്ലാ സമയത്തും നമ്മൾ നോക്കണം എന്ന് പറയും. വാട്ട് യു സീക്കിങ് സീക്കിങ് യു എന്നില്ല. നമ്മൾ എന്തിനെ തേടുന്നു അത് നമ്മളെയും തേടുന്നുണ്ട്. ഈ ഒരു സഫീല മാം സെഷൻ എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അറ്റൻഡ് ചെയ്യണേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ ഈ നമ്മൾ ഷംന മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. നമ്മൾ സ്ഥിരം പാർട്ടിസിപ്പൻ്റ് ആണ്. നമ്മൾ എന്തായാലും ഇവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുൾ ഫ്രൂട്ട് അവിടെ നിന്ന് കിട്ടണല്ലേ. ഫുള്ളായിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഷെയർക്കൊക്കെ ദുബായിൽ അബ്രോഡ് നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഫുള്ള് എഫേർട്ട് ഇട്ട് ആളെ വീഡിയോ മോഡിൽ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ പഠിക്കാനുള്ള പാടുമാണ്. ആ, വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. 20 ആൾക്കാരോളം ജോയിൻ ആയി. നിങ്ങളെ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. നമുക്ക് എത്ര പണം കൊടുത്താൽ കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്ന സമയമാണ്. ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ പോലും തിരിച്ചു കിട്ടാത്തൊരു സാധന സമയമാണ്. അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ആരൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നവർക്കാണ് വിജയം എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. നമ്മളെ ഷാക്കിർ ഖാനെ വീഡിയോ മോഡൽ കാണുന്നുണ്ട്. അടിപൊളി, മാഷാല്ല. സിനിമ അപ്പുറത്തുണ്ട്, ഷാക്കിർ ഖാൻ അപ്പുറത്തുണ്ട്. താങ്ക് യു. എന്തായാലും ഇനി ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരെയും യൂണിക് ടോക്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് നമ്മളെ സഫീല മാമിനെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. വെൽക്കം മാം. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ എനിക്ക് എന്നെ അറിയാവുന്നവരുണ്ട്, എനിക്കറിയാവുന്നവരും ഉണ്ട് അതില്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തി, നമ്മളെന്ന സമൂഹവും. അതിനകത്ത് എത്രമാത്രം നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും കണ്ടന്റുകൾ തന്നെ നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. നമ്മളെന്ന വ്യക്തിയിലായാലും നമ്മളെന്ന സമൂഹത്തിലായാലും നമുക്ക് ഒത്തിരി അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കിടക്കും. അപ്പോ അതിനകത്ത് നമ്മളെന്ന വ്യക്തി നമ്മളൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ എല്ലാവരും, നമ്മൾ എന്ന വ്യക്തി, ഞാൻ എന്ന വ്യക്തി, നമ്മളല്ല, ഞാൻ എന്ന വ്യക്തി സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പല കാര്യങ്ങളും എളുപ്പം ഓടി വരും. എളുപ്പം ഓടി വരുന്ന എളുപ്പം നമ്മള് കണ്ണടച്ച് തുറക്കുന്ന ആ നിമിഷം കൊണ്ട് നമ്മളെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം ആരെങ്കിലും ഒരു 2-3 പേരൊന്ന് പറയാമോ? പറയണം, എനിക്ക് ഇത് ചെയ്യണ്ട, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാം. എളുപ്പം നിങ്ങളെ മനസ്സിൽ ഞാൻ എന്ന വ്യക്തിയിൽ എന്താണ് എന്നുള്ളത്, നമ്മൾ എന്ന വ്യക്തിയിൽ എളുപ്പം നമുക്ക് ചിലപ്പോൾ അത് ക്വാളിറ്റീസ് ആവാം, ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ്സ് ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ ആവാം, എന്തും ആവാം. പക്ഷെ ആ കാര്യത്തിൽ ഒരെണ്ണം ആരെങ്കിലും 2-3 പേരൊന്ന് പറയാമോ? ഹലോ. ആ, ഞാനെന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ റൂഹ്, ഓക്കെ. അതാണ് ഞാൻ. പിന്നെ അത്ര തന്നെ. ഓക്കെ. നമ്മള് നാം എന്ന ബോധം, നാം എന്ന ചിന്ത,
സെൽഫിഷ്നെസ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇനി രണ്ടുപേരും കൂടെ പറയോ? ഹസീന മാം. ഞാനെന്ന് പറയുമ്പോ എനിക്ക് തോന്നിയത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ള ഓർമ്മയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അൽഹംദുലില്ലാ. ഇനി ആരാണ്? ഒരാളും കൂടെ ഒന്ന് പറയോ? ആരും പറയുന്നില്ല. ഞാനെന്ന വ്യക്തി എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞ നമ്മളെ ശരീരം, മനസ്സ്, റൂഹ് എന്നൊക്കെ. റൂഹ്, മനസ്സ് നമുക്ക് ഏകദേശം ഒരുപോലെ അല്ലേ? നമ്മളെ ആത്മാവ് അത് നമ്മളെ ശരീരത്തിനൊത്ത് പ്രവർത്തിക്കണം. എന്നാലും നമ്മളൊരു വ്യക്തി പെർഫെക്റ്റ് ആവത്തില്ല, എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ശരീരവും നമ്മളെ മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ എന്ന വ്യക്തി മുന്നോട്ട് പോവാൻ പറ്റും. ഏത് കാര്യത്തിലും നമ്മൾ എന്ത് കാര്യത്തിലും നമ്മളെ ശരീരവും മനസ്സും ഒരുപോലെ അർപ്പിക്കണം. അത് നമ്മളെ ഈ ലോകത്ത് നടക്കുന്നൊരു ഒരു മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു മെക്കാനിസം തന്നെയാണ്. ചിലപ്പം അത് എന്തെങ്കിലും വ്യത്യാസം, ചിലപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും വ്യത്യാസം വരും, ചിലപ്പോൾ മനസ്സിന് എന്തെങ്കിലും വ്യത്യാസം വരും. അങ്ങനെ ചിലപ്പം ചിലപ്പോൾ ബാലൻസ് ഇല്ലാതെ പോണവരുണ്ടാവാം, അങ്ങനെയും ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഞാനിപ്പോ തുടങ്ങി നിർത്തിയത് വേറെയാണ്. ഞാൻ പറയാം, ഞാൻ എന്ന വ്യക്തിയിൽ എനിക്ക് എളുപ്പമെന്ന് എന്റെ മനസ്സിൽ ഓടി വന്ന് പടച്ചോൻ തന്ന ജീവൻ തന്നെയാണ്, റൂഹ് തന്നെയാണ്, അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ്, ശരീരം തന്നെയാണ് എനിക്ക്. പക്ഷേ പടച്ചോൻ നമ്മളിൽ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ദിവസം നമുക്ക് കൊണ്ടുതരും. എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഡെയിലി നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാ. അതിനകത്ത് എനിക്ക് എളുപ്പം എന്റെ മനസ്സിൽ ഓടി വന്ന കാര്യം എന്ന് പറയാൻ എന്റെ ഒരു മാറ്റം തന്നെയാണ്. ഞാൻ ഒന്ന് ട്രാൻസ്ഫോം ആയ കാര്യം തന്നെയാണ്. ഞാൻ എന്റെ ലൈഫിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എന്ന വ്യക്തിയിൽ എനിക്ക് ഒത്തിരി, ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ ഒട്ടും സംസാരിക്കത്തില്ല, പുറത്ത് ആരുമായിട്ട് യാതൊരു മിംഗ്ലിംഗ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നെ എന്റെ ജീവിതം, എന്റെ ലൈഫ് കൊണ്ട് ഞാൻ മാറ്റിയതാണ് ഇങ്ങനെ. എന്റെ ലൈഫിൽ ഞാൻ ടീച്ചറായിട്ട് പ്രവർത്തിക്കണമെന്നായിരുന്നു. അതിലൂടെ എനിക്ക് കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈകാര്യം ചെയ്യാൻ. അൽഹംദുലില്ലാ, പടച്ചോൻ അങ്ങനെ എനിക്കൊരു മോനെ എന്റെ കയ്യിൽ തന്നു. അങ്ങനെ ഇന്ന് ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണത്. അതിലൂടെ ഒരു 2-3 വർഷം മുമ്പ് എനിക്കൊരു ഭയങ്കര ഇൻസിഡന്റ് ഉണ്ടായി. എന്റെ മാതാവ് മരിച്ചു. അതിലൂടെയാണ് ഞാൻ എന്റെ മാറ്റം കൊണ്ടുവന്നത്. എന്റെ മാറ്റം കാരണം ഞാൻ ആരെയും അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. ഒരു മനുഷ്യരെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് എന്റെ വിഷമങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് എല്ലാവരും തർക്കിക്കുമായിരുന്നു. എല്ലാവരും തർക്കിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എന്റെ വിഷമം നിങ്ങൾ ആരും പങ്കെടുക്കണ്ട, നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട എന്നുള്ളൊരു അവയർനെസ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്റെ ഫാമിലിക്ക് തന്നെയാണ്. എന്നാൽ ഈ ഫാമിലി പറയുന്നത് ഒട്ടും ഞാൻ അംഗീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവര് പറയുന്നത് എന്താണോ അങ്ങനെയല്ല ഇങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് നിന്ന് കുറെ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഒരു വ്യക്തിയെ നമ്മൾ ഏതൊക്കെ രീതിയിൽ പരിഗണിക്കണം, എന്തൊക്കെയായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങൾ എന്താണ്. ചിലപ്പം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ചിലപ്പം ഇമോഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഫസ്റ്റ് നമ്മളൊരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പടച്ചോൻ തന്ന ജീവൻ നിലർത്തി മറ്റൊരു മനുഷ്യനെ നമ്മൾ മനുഷ്യനായി കണ്ടുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വ്യക്തി പൂർണ്ണമാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസം നമുക്കിപ്പം നമ്മളെ യൂണിക്സിൽ തന്നെ നമുക്ക് ഓരോ ദിവസം ഡെയിലി ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലെ, ടൂൾസ് ഉണ്ടായിരുന്നു. ആ ടൂൾസ് തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് പല ജേണൽ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മള് ഓരോ ദിവസവും റിക്കവറായി വരുന്നത് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് സമൂഹത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, എന്തും ഉണ്ടാവും. പക്ഷെ നമ്മളെ നല്ല ക്വാളിറ്റീസ് നമ്മൾ ഡെയിലി ബേസ് നമ്മളൊന്ന് നൈറ്റ് ഇരുന്ന് ഒന്ന് എഴുതി നോക്കണം. നമ്മളെ ക്വാളിറ്റീസ് ഇന്ന് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തു എന്നൊന്ന് എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അത് നമുക്കത് കൂടുതലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് ബാക്കിയുള്ളവരിൽ എത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് തന്നെ പല കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവം, ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു വ്യക്തിയുടെ, നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ ലുക്കായിരിക്കും നോക്കുന്നത്. ആ വലിയ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തട്ടൊക്കെ ഇട്ട് ഒരു പിന്നെ പർദ്ദയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ആൾ ഓക്കെ. പക്ഷെ അത് മനസ്സ് നമുക്ക് അറിയത്തില്ലല്ലോ, അറിയത്തില്ല. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്തും. എല്ലാവരും ഒരു ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് കിട്ടിയാലും മതി, നമ്മൾ മാക്സിമം അവരെ അത് വെച്ചങ്ങ് എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങേയറ്റം അവരെ താഴ്ത്താൻ പറ്റും, അങ്ങേയറ്റം അവരെ തളർത്തും. ആ തളർത്തുന്നതിൽ നിന്ന് അവരെ ഒരു പോസിറ്റീവ് നിങ്ങളൊന്ന് കണ്ടാൽ, അതല്ലെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പരിഗണിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ചില സിമ്പതി അല്ലെങ്കിൽ എമ്പതിയോടെയൊക്കെ ഒന്ന് നോക്കണം ഒരു വ്യക്തി. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒരു വ്യക്തി നമുക്ക് അധിഷ്ഠിതമായാൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റൂ. ഒരു എമ്പതി വേണം. ആദ്യം നമുക്ക് വേണ്ട ഒരു അക്സെപ്റ്റൻസ് ആണ്. ഒരു വ്യക്തി നമ്മളെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്. ചിലപ്പം ആ വ്യക്തിയുടെ അവസ്ഥ കൊണ്ടായിരിക്കും നമ്മൾ അംഗീകരിക്കുന്നത്, ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ടായിരിക്കും നമ്മൾ അംഗീകരിക്കുന്നത്, ചിലപ്പോൾ ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ പണമോ കാര്യങ്ങളോ കൊണ്ടായിരിക്കും ചിലപ്പം അവരായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയെ അംഗീകരിക്കുന്നത്. പക്ഷെ അതിലുപരി ആ വ്യക്തിയെ കാണണം, കേൾക്കണം, അവരുമായിട്ട് സംസാരിക്കണം, എടുക്കണം, എല്ലാം. അപ്പം നമ്മളിപ്പോ പൊതുവിലൊരു പറച്ചിലുണ്ട്, നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ ഫുള്ളായിട്ട് അറിയാൻ പറ്റും എന്ന്. പൊതുവിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അത് സത്യമാണ്. നമ്മളൊരു വ്യക്തി മറ്റൊരു യാത്ര പോകുമ്പോൾ അവർ എങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെയാണ് പുറത്ത് ബിഹേവ് ചെയ്യുന്നത്, അവർ ഉള്ളിൽ നമ്മളെ കൂടെ എങ്ങനെയാണ്, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് രണ്ട് രീതിയിലുള്ള പെരുമാറ്റം ഉണ്ട്, അതായത് ടോട്ടൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുറെ കാര്യം നമ്മൾ അക്സെപ്റ്റൻസിൽ തന്നെ നമ്മൾ ചേർക്കാനുണ്ട്. എനിക്കിപ്പം വന്നൊരു ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു പേരൻസ്, ഏതാണ്ട് 33 ഇയേഴ്സ്, ഒരു മെയിലാണ്. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എന്റെ പേരൻസ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഏതാണ്ട് 5 വർഷമായി. 5 വർഷം കൊണ്ട് പേരൻസ് എന്ത് ചെയ്യാ, പേരൻസ് മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അപ്പം ആ പയ്യനെ പരിഗണിക്കാത്തത് എന്താന്ന് ആ പയ്യനും അറിയത്തില്ല. പക്ഷെ പേരൻസിന് ആ പയ്യനെ ഇഷ്ടമല്ല. വേറെ 4 മക്കളെങ്ങാണ്ടുണ്ട്, 2 പെൺമക്കളും ബാക്കി ആമക്കളുമാണ്. അപ്പം അങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ചപ്പോ ആ പയ്യൻ പറഞ്ഞത് എന്താന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവർക്ക് പണമുള്ള മക്കളുടെ ഭയങ്കര ഇഷ്ടമാണ്, അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. പണമുള്ള മക്കളുടെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എനിക്കത് ഇച്ചിരി കുറവാണ്, എന്നാൽ ഒട്ടും ഇല്ല എന്നല്ല. പക്ഷെ എന്നെ അവര് മാറ്റി നിർത്തിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, മാരീഡ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്തും കുറ്റമാണ്. അപ്പം ആ പുള്ളിയെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒത്തിരി നാളായി, വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ആ പുള്ളിയെ അറിയിച്ചിട്ട് വർഷങ്ങളായി, ഒരു സന്തോഷമോ എന്ത് കാര്യം അവിടെ ഒരു വിശേഷ ദിവസം ഉണ്ടായാലും ആ പുള്ളിയെ അറിയിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്റെ അടുത്ത് ചോദിച്ചു, നമ്മളിപ്പം മതപരമായിട്ട് പല മതത്തിലും സംസാരിക്കുന്നുണ്ട്, മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഈ മാതാവാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം എന്ന് പറയും, ഈ മാതാവ്, എനിക്ക് ഉത്തരമില്ലാതായി പോയ സംഭവമാണ്, ഈ മാതാവിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്നെ എന്തുകൊണ്ട് ഈ മാതാവ് തള്ളിക്കളയുന്നു? ഞാൻ ഒന്നും മിണ്ടില്ല, എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി മാതാവാണ്, പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും രീതിയിൽ പ്രസംഗിക്കുന്നത്? മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. എന്തിനാണ് ഇത്രയും മുസ്ലിയാക്കന്മാരായാലും ബാക്കിയുള്ള മതസ്ഥരായാലും എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു മക്കളെ എങ്ങനെ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ, അതായത് അക്സെപ്റ്റ് ചെയ്യേണ്ട രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാതെ ഇവർ ഇത്രയും പ്രസക്തമായിട്ട് ഈ മാതാവിനെ ഇങ്ങനെ പൊക്കേണ്ട ആവശ്യം. അപ്പം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇത്രയും മാതാവിനോടുള്ള ഒരു വിരക്തത തോന്നണമെങ്കിൽ അവൻ പെരുമാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു മാതാവ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ എന്തും. നമ്മൾ ഇന്നലെ കണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് മരിച്ച ഒരു ഫോട്ടോ കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. സത്യത്തിൽ അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്ന് വെച്ചാല് ആ കുഞ്ഞിനെ ചേർത്ത്, ആ കുഞ്ഞിന് ജാക്കറ്റ് ഇല്ല,
അമ്മയ്ക്കുണ്ട് ജാക്കറ്റ്, അമ്മയ്ക്ക് രക്ഷപ്പെടാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സങ്കടം വന്നതെന്ന് വെച്ചാൽ ഞാൻ എന്റെ മോനെ അതുപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. ആ മാതാവിന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നിട്ട് പോലും സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ചേർത്താൻ നെഞ്ചി കിടക്കുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കങ്ങ് ഹൃദയം നമ്മളങ്ങ് വല്ലാതെ അങ്ങ് നോവിച്ച് കളയുന്ന ഒരു ചിത്രമാണ്. അതുപോലെ നമ്മൾ ഒരു പേരൻസ് അല്ലെങ്കിൽ ഒരു മാതാവ് എന്ന നിലയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എവിടെയായാലും മാതാവിന് തന്നെ. അതാണ് ആ പുള്ളിയും പറഞ്ഞതിന്റെ അടുത്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ദുനിയാവിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് മാതാവിന് തന്നെയാണ്. ആ മാതാവ് സ്വന്തം കുഞ്ഞിനെ തള്ളിക്കളയുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ഒരു മാതാവിനെ പരിഗണിക്കേണ്ടതെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് കുറച്ചു നേരം ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ പിന്നെ അവസാനം പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്ത, ഞാൻ പറഞ്ഞു ശരി മാതാവാണ്, പിതാവാണ്, ഓക്കെ അവര് നിന്നെ അംഗീകരിക്കുന്നില്ല, ഓക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിനക്ക് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മാതാവിനോടായാലും പിതാവിനോടായാലും ഒരു രക്തബന്ധം എന്ന നിലയ്ക്ക്, ജന്മം തന്ന നിലയ്ക്ക്, ജന്മം പടച്ചോൻ ജീവൻ ഇട്ട മാതാവിൽ നിന്നും ജന്മം തന്ന നിലയ്ക്ക് പിന്നെ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മകൻ എന്ന നിലയ്ക്ക് ഉമ്മയോട്. ഉമ്മാരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ കാണിക്കുന്നില്ല. ആ റെസ്പോൺസിബിലിറ്റിയിൽ ഉപരി അതിനകത്ത് ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കുമ്പോഴും നമ്മൾ സ്നേഹത്തോടെ അത് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറും ഒരു കടമ തീർക്കലാണെങ്കിൽ അത് അവിടെ വെറും ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. പക്ഷെ നമ്മൾ ഒരു കൊടുക്കുന്നത് നമ്മൾ കുറച്ച് സ്നേഹത്തോടെ ഒരു ചെറു പുഞ്ചിരിയോടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു കുളിർമ തരുന്ന ഒരു സംഭവമാണ്. അതുപോലെ നമുക്ക് ഈ മാതാവ് ജന്മം തന്നു, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർ ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്നു, ഓക്കെ സമ്മതിക്കുന്നു. പക്ഷേ അതിലുപരി നമുക്ക് ജന്മം തന്ന മാതാവിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. സ്നേഹം ഉണ്ടാവണം, കരുതലുണ്ടാവണം, കെയറിങ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവരെ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒരു മകൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അവര് ചിലപ്പോൾ വഴക്ക് പറയും. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക, അക്സെപ്റ്റ് ചെയ്യാൻ. ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കാം ഇത് കേൾക്കാൻ. ഈ ചെവി കൂടെ കേട്ട് നമ്മളിപ്പോ എപ്പോഴും പറയുന്നൊരു ചൊല്ല, ഈ ചെവി കൂടെ കേൾക്കുക, ഈ ചെവി കൂടെ കളയുക എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പം നെക്സ്റ്റ് പറഞ്ഞത് വീണ്ടും നമ്മൾ ഇറിറ്റേറ്റ്, അവിടെ നിന്ന് മാറിപ്പോവാ. ഒരു വീട്ടിലാ താമസിക്കുന്നത്, അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച്. അപ്പൊ പറയാം ഞാൻ ഫുൾ ടൈം എന്റെ ഷോപ്പിലാണ്, ഞാൻ രാത്രി പോകുന്നു കിടക്കുന്നു, പക്ഷെ എങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും എന്റെ മണ്ടയിൽ ഒരു ചെറിയ എന്തെങ്കിലും പഴിചാരാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉമ്മ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ ശരി ആയിക്കോട്ടെ. ഇപ്പം ഉമ്മാക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട് മക്കളായി കഴിഞ്ഞാൽ ഉമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹം നമുക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ മക്കൾക്ക് തീർച്ച കുറച്ച് കടമകളും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അത് നീ ഒരു കടമയായിട്ട് നിറവേറ്റരുത്. അത് സ്നേഹത്തോടെ തന്നെ ഉമ്മാക്ക് കൊടുക്കുക, പാപ്പാക്ക് കൊടുക്കുക, വീട്ടുകാർക്ക് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് അതിൻ്റെതായിട്ടൊരു വാല്യൂ പടച്ചോ നമുക്ക് തരത്തുള്ളൂ. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പടച്ചോനെ പ്രീതിപ്പെടുത്തി ജീവിക്കണം. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ആ വിശ്വാസത്തെ അധിഷ്ഠിതമായ ഏത് ദൈവത്തിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനായിരിക്കും നമ്മൾ കൂടുതലും പ്രീതിപ്പെടുത്താൻ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പടച്ചോനിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെയാണ് ഇതെല്ലാം ചെയ്തു എന്ന് നമുക്ക് കോൺഫിഡൻസോട് പറയാൻ പറ്റണം. ചിലപ്പോ അത് ഉമ്മാക്കോ പാപ്പാക്കോ തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് എന്റെ റെസ്പോൺസിബിലിറ്റി കളയാൻ പാടില്ല. നേരെ മറിച്ച് ഞാൻ സ്നേഹിച്ചു, എന്റെ ഉമ്മായെ സ്നേഹിക്കേണ്ട രീതിയിൽ എന്റെ കടമകളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചു എന്ന് പറയാൻ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണം. അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയണേ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളെയൊക്കെ മനസ്സിൽ ഓടി വരുന്നത്? എന്തൊക്കെയായിരിക്കും? പരിഗണന ആ പരിഗണന പരിഗണന, പിന്നെ നമ്മളോടെല്ലാം സംസാരിക്കല്, ഓപ്പണിങ്. അതെ. നമ്മുടെ നല്ല വശങ്ങൾ
കേട്ടില്ല. നമ്മുടെ നല്ല വശങ്ങള്. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് സ്വീകരിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. നമ്മൾ ആരാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ആ ഒരു രീതിക്ക് നമ്മൾ പോസിറ്റീവിലും നെഗറ്റീവിലും കൂടെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതെ, നമ്മൾ എല്ലാ വ്യക്തിയിലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്താ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ജഡ്ജ് ചെയ്യുക ചെയ്യണം. ആ വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അതുപോലെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെയൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടി, അത് ഞാൻ എക്സ്പെഷ്യലി പറയുന്നത് വെച്ചാൽ അത് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ എടുക്കാവൂ. നമ്മളെ ഈ ഒരു നാട്ടിലെന്ന് പറഞ്ഞാല് ഒരു SSLC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ കൊടിയ തെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെല്ലാരും നോക്കുന്നത്. ഭയങ്കര അന്ന് അങ്ങനെ നോക്കുമ്പോ അവര് ആ അവള് കണ്ടോ, ആ ഇങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ടു. അപ്പൊ അവിടെ എന്തായ ഒരു ജഡ്ജ്മെന്റ് ആയി, അവള് പാന്റ് ഷർട്ട് ഇട്ടത് കൊണ്ട് അവരെ എങ്ങനെയാക്കി മാറ്റി നിർത്തി സമൂഹം, അല്ലെ? അതൊരു കാഴ്ചപ്പാടാണ്. ആ സമൂഹം അങ്ങനെ അങ്ങ്. പക്ഷെ എന്നാ ഇന്നത്തെ കാലത്തോ ഈ പാന്റും ഷർട്ടും തന്നെയാണ് കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അതിനെന്താ മാറ്റി നിർത്തുന്നുണ്ടോ? പക്ഷെ അതല്ല, നമ്മളെ ഡ്രസ്സിങ്ങിലല്ല നമ്മളെ കാര്യം ഇരിക്കുന്നത്. നമ്മളെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യുക, പരിഗണിക്കുക, അല്ലെങ്കിൽ ആ രീതിയെ എങ്ങനെയാണ് ആ വ്യക്തി എന്ന് നമ്മൾ ഒരു മുൻധാരണ ഇല്ലാതെ തന്നെ നമ്മൾ ആ വ്യക്തിയെ അംഗീകരിക്കേണ്ടത്. അത് അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് വിലയിരുത്തണമെന്ന് പറഞ്ഞു നമ്മളെ കാര്യങ്ങളെ കുറിച്ചിട്ട്. ഞാൻ സ്വന്തമായിട്ട് എന്നെ വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ മാറിയത്. സ്വന്തം ഭയങ്കര ഒരു പാഷൻ ആയിരുന്നു, ഒരു പ്രൊഫഷൻ ആയിരുന്നു ഒക്കെ ഞാൻ കൊണ്ടു നടന്നത്. അപ്പൊ അപ്പൊ ഞാനൊരു പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ എന്റെ മക്കളെ നോക്കാൻ പറ്റത്തില്ല. രാവിലെ ഒരു 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 8:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ പഞ്ചിങ് ഉണ്ട്. ആ പഞ്ചിങ് ടൈമിൽ അവിടെ ചെല്ലണം. ഒരു 5 മണി ആയാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മൾ പണി ചെയ്യുന്നതിലുപരി നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമായിരുന്നു. അതായിരുന്നു അന്ന് എന്റേത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മളെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഓരോ ലൈഫും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ ലൈഫ് എന്താ സ്റ്റഡി ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിലൂടെയാണ് ഓരോ വ്യക്തികൾക്കും മാറ്റം ഉണ്ടാവുന്നത്. അതുപോലെയാണ് ഞാൻ എന്നെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ മാറിയത്. ആ പ്രൊഫഷനിൽ നിന്നിട്ടും എനിക്ക് എന്റെ പാഷൻ എന്താ, എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒത്തിരി. പക്ഷെ എങ്ങനെ അത് ഇപ്പം എങ്ങനെ സംസാരിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് പഠിക്കണം, എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂണിക് കിഡ്സിൽ വരുന്നതും ഞാനിത് പഠിക്കുന്നതും ഒക്കെ ആയി നല്ലൊരു നല്ലൊരു എന്താ പറയണ്ടേ, എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് എന്നല്ല എന്നാലും പറ്റിയിട്ടുണ്ട്. പിന്നെ അതിലുപരി എന്റെ ഫാമിലിയെ വിട്ട് ഞാൻ ഒന്നും കളിക്കത്തില്ല. എന്റെ ഫാമിലിയെ വിട്ടിട്ട് ഞാൻ ഒരു ഇതിന് നിൽക്കത്തില്ല. കാരണം അവരാണ് എന്റെ ലൈഫിൽ എന്നെ എല്ലാം പഠിപ്പിച്ചത്. അവരാണ് എന്നെ ഈ നിലയിൽ ഇന്ന് എന്റെ നല്ലതായാലും എന്റെ പന്നലായാലും എന്നെ കേൾക്കുകയും എന്നെ കൊണ്ടു നടക്കുകയും എല്ലാം ചെയ്ത എന്റെ ഫാമിലിയാണ്. ഈ നിമിഷവും എന്നെ കൊണ്ടു നടക്കുന്ന എന്റെ ഫാമിലിയാണ്. എന്റെ എല്ലാ തെറ്റുകളായാലും എന്റെ എല്ലാ ശരികളായാലും അവര് പറഞ്ഞ് തിരുത്തി കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിൽ നിർത്തിയിട്ടുള്ള എന്റെ ഫാമിലി, എന്റെ മക്കള്, എന്റെ ഹസ്ബൻഡ്, എന്റെ ഫാദർ, എന്റെ ഉമ്മ, എല്ലാവരും ഉണ്ട്. എനിക്ക് ഒത്തിരി ഫാമിലി അംഗങ്ങളാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് വിലയിരുത്തണം. നമ്മൾ ഒരു വ്യക്തിയെ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മെയിൻലി നമ്മളെ മുന്നിൽ ഓടി വരുന്നത്, ഫസ്റ്റ് എന്റെ മനസ്സിൽ ഓടി വരുന്നത്, ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നാണ് എന്റെ മനസ്സിൽ ഓടി വരുന്നത്. ഒരു വിഷമം ഉണ്ടാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തൊരു വിഷമം കണ്ടു കഴിഞ്ഞാൽ അവര് നമ്മളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എന്റെ മനസ്സിൽ ഓടി വരുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്.
ഒരു ഞാൻ എന്ന വ്യക്തിയിൽ മാറ്റം കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ഞാൻ പരിഗണിക്കണമെന്നായിരുന്നു. ഞാൻ എന്റെ മുന്നിൽ ഒരാൾ വന്നത് അത് ഏതാണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് പറഞ്ഞാല് പിന്നെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, പുറത്തിറക്കത്തില്ല, പിന്നെ ഒരു മനുഷ്യരായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയായ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ടാണ്, അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോ, ഞാനൊരു സമൂഹത്തിൽ നടക്കുന്ന ഒരു ടോക്കാണ് അവിടെ സംസാരിച്ചത്. അന്ന് എനിക്ക് ഇത്രയും വലിയൊരു ഇതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നിപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു സജഷൻ തന്നു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കും പറയുന്നത്, ഞാനിപ്പോ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാനൊരു സജഷൻ തന്നു കഴിഞ്ഞാൽ, ഇന്ന് ചിലപ്പം ഞാൻ എന്തെങ്കിലും നിനക്ക് പറഞ്ഞുതരാം, അപ്പൊ നീ നിന്റെ ഭർത്താവിനെ ഇട്ടിട്ട് പോകും. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൊണ്ടിട്ട് ചിലപ്പോ നീ ഇട്ടിട്ട് പോകും. അതിന്റെ പഴി ഞാൻ കേൾക്കണ്ടേ എന്നാ ഫസ്റ്റ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ശരിയാണ്, ചിലപ്പം അത്. പിന്നെ വേറൊരു കാര്യം, എത്രയായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചു പോകും. അവര് ചിലപ്പം ഒരാഴ്ച മിണ്ടാതിരിക്കും, ചിലപ്പോൾ വിളിക്കാതിരിക്കും, പക്ഷെ അങ്ങേയറ്റം ചെന്നാലായിരിക്കും അവര് പിരിയുന്നത്. അതും ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു, നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, നിന്നിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നിനക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണം. അതിനെന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ല, എന്നെ ഹസ്ബൻഡ് പുറത്തിറക്കത്തില്ല, എന്നെ ഒരു മനുഷ്യരായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നോടുള്ള സഹകരണം പോലും ഹസ്ബൻഡ് വേണ്ടെന്ന് വെച്ചു. ഞാനുമായിട്ടുള്ള സഹകരണം പോലും ഹസ്ബൻഡ് വേണ്ടെന്ന് വെച്ചു. എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാം, നീ എന്റെ ഫോണിലോട്ട് വിളിക്കല്ലേ, നിന്നെ ഒത്തിരി കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒത്തിരി നീയാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനായി ചിന്തിക്കത്തില്ലേ, അന്ന് ഞാൻ നിന്റെ അടുത്ത് ഇത് പറഞ്ഞില്ലേ എന്ന്. ആ ഒരു മുൻവിധിയോടെയാണ് ഞാൻ അന്ന് അവളെ കണ്ടത്. പക്ഷെ ഒരു 2-3 വർഷത്തിന് ശേഷം അവൾ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ചേഞ്ച് അവളിലുണ്ടായി. അന്ന് ഞാൻ 2-3 വർഷത്തിന് ശേഷം നമ്മളെ ഈ യൂണികെക്സ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം, അന്ന് ഞാൻ കുറെ കൂടെ ഒന്ന് ഇംപ്രൂവ് ആയി. എന്ന് വെച്ചാൽ എന്നിലൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നു. ഞാൻ എങ്ങനെ ഒരു വ്യക്തിയെ സമീപിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ, നമ്മളെന്താ പറയാ, ലൈഫ് പഠിച്ചല്ലേ വരുന്നത്. അപ്പം അതിനകത്ത് നിറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഒരു വ്യക്തിയെ സമീപിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് പറഞ്ഞ, അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി സഫീല. അത് പക്ഷെ നിന്നെ കണ്ടാണ് ഞാൻ പഠിച്ചത്. എന്നെ കണ്ട് എന്ത് പഠിച്ചു നീ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ബോൾഡ്, നീ ഇത്രയും സഹിച്ചിട്ടും ഇത്രയും നീ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഇത്രയും തളരാതെ നീ ഒറ്റയ്ക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ മുന്നിൽ നീ ഇത്രയും ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്രയും അംഗീകരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ മാറ്റം കൊണ്ടുവരാൻ കാരണം തീർത്തും ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, ഹസ്ബൻഡ് കൂടെ ഉണ്ട്, മക്കളുണ്ട് കൂടെ. പക്ഷെ എന്റെ ചുറ്റിനും എന്റെ ഹസ്ബൻഡ് വീട്ടുകാരാണ്. ഏതാണ്ട് അവര് 10ഓളം മക്കളുണ്ട്. 10 മക്കളുണ്ട്, അതിനകത്ത് 6 പെൺമക്കളാണുള്ളത്. ഏറ്റവും ഇളയാളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പം എന്റെ ഹസ്ബൻഡ്, അറിയാലോ, പണ്ടത്തെ വീട്ടുകാർ എന്ന് പറയുന്നത് ആ മക്കളെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അവരെ ആ മക്കളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എന്തോ വലിയൊരു അപരാധം കണക്കാണ് അവർക്കൊക്കെ തോന്നുന്നത്. പക്ഷെ പെൺമക്കളെ കെട്ടിച്ചു കഴിഞ്ഞാല് അവര് ഫുൾ ഫ്രീയാ, അവരെ അങ്ങ് വിട്ടോണ്ടോ, അവര് ആരും തടങ്കലിടരുത്. പക്ഷെ നേരെ മറിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ മാക്സിമം ഞാൻ സ്ട്രഗിൾ ചെയ്തു, പിന്നെ ഞാൻ സഹിച്ചു. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമല്ലേ നമ്മളെ പേരൻസിന്റെ, അതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ച് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇന്നും ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും തന്നെ ഒരു പരിധി വരെ അങ്ങനെ ബോൾഡ് ആക്കിയത് എന്റെ ഹസ്ബൻഡാണ്. ഈ ബോൾഡ്നെസ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്റെ ഹസ്ബൻഡാണ്. ആ പുള്ളി ആദ്യമൊന്നും ഞാൻ ഇങ്ങനെ അംഗീകരിക്കത്തില്ലായിരുന്നു. എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുന്നു, വീട്ടുകാരൊപ്പം നിന്ന് ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നാണ്. പക്ഷെ എന്നാലും സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. ആള് പാവമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു എന്താ പറയണ്ടേ, നമ്മളെ അങ്ങ് തീർത്തും ഒറ്റപ്പെട്ടു പോകുമ്പോ നമ്മളെ ഹസ്ബൻഡ് പ്രതീക്ഷ അതിവിടെ അക്സെപ്റ്റൻസ് ആണ് നമ്മൾ വരുന്നത്. ഭർത്താവിന് ഫുള്ളായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു ലൈഫിൽ വരുമ്പോൾ. ആ ഒരു പെണ്ണിന് ആ അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ പരിഗണന നമുക്ക് കിട്ടിയില്ല. ആ ഒരു വൈഫ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് നമുക്ക് ആ പരിഗണന കിട്ടിയില്ലെങ്കിൽ ആ പെണ്ണ് അവിടെ തളർന്നു. പിന്നെ ഇല്ല അവിടെ ഇല്ല. പിന്നെ
അങ്ങനെയാണ് ഇപ്പോഴത്തെ മിക്ക ആത്മഹത്യകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് കൂടുതലും കാണാറുള്ളത്, അല്ലെ? പക്ഷെ അൽഹംദുലില്ലാ, എന്തായാലും പടച്ചോൻ അതെല്ലാം തരണം ചെയ്ത് എന്റെ ലൈഫ് ഭയങ്കര ഒരു സ്ട്രഗിളിലൂടെ കൊണ്ടുവന്ന് എന്നെ ഇത്രയാക്കി. അങ്ങനെയാണ് എന്റെ ഫ്രണ്ടിന്റെ ഭയങ്കര ഒരു മാറ്റം എനിക്ക് സൃഷ്ടിക്കാൻ പറ്റി. എന്നിൽ കണ്ട ഒരു മാറ്റം എന്തായാലും അവൾ കൊണ്ടുവന്നു അവളെ ലൈഫിൽ ഭയങ്കര ബോൾഡായിട്ട്. ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. ഏറ്റവും എന്റെ ഏറ്റവും ഇളയ മോനെ ഞാൻ കൊണ്ടു നടക്കുന്നത് ആ രീതിയിൽ. അത് എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കുമല്ലേ. ഞാൻ ആ രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. ആരും ഉണ്ടായിരുന്നു, എന്റെ ഉമ്മ ഉണ്ടായിരുന്നു. പക്ഷെ പടച്ചോൻ എന്താന്ന് അറിയത്തില്ല, നേരത്തെ വിളിച്ചു പോയി. പക്ഷെ അതിനുശേഷമാണ് കൂടുതലായിട്ട് ഞാൻ പോണ്ടായത്. കാരണം എന്റെ കൂടെ ഇറങ്ങാൻ ഒരു മനുഷ്യരില്ല. അതും ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും ഞാൻ എന്റെ സാഹചര്യം അക്സെപ്റ്റ് ചെയ്യണം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകണമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയിൽ നിന്നിട്ടാണ് നമ്മളെ മാറ്റം വീണ്ടും അവിടെ വഴിത്തിരിവ് ഉണ്ടാവുന്നത്. നമ്മളെ മാറ്റത്തിന്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമ്മുടെ സാഹചര്യം വശാലും നമ്മളെ മാറ്റം കൊണ്ടുവരാം. അവിടെ നിന്ന് വീണ്ടും ഞാൻ മാറി. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റീസ് അതിലുപരി എന്നോട് ഞാൻ തന്നെ സ്നേഹത്തോടെ പെരുമാറി ആ സ്നേഹം എനിക്ക് തന്നെ പ്രകടമാക്കി എന്റെ മക്കൾക്ക് കൊടുത്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്തായാലും ഇവിടെ വരാം. അപ്പം നമ്മൾ ഓരോ സാഹചര്യവശാലും നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മള് വ്യക്തിപരമായിട്ട് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങളും നമുക്ക് ഓരോരുത്തർക്കും വരുന്നു. അങ്ങനെ ഒരു മാറിയ വ്യക്തി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു അവിടെയാണ് നിർത്തിയപ്പോ ഈ കഥ ഇത്രയും കുറച്ച് ലെങ്തി ആയി പോയത്. സ്വന്തമായിട്ട് നമ്മൾ വിലയിരുത്തണം. നമ്മൾ ഇന്ന് എന്തൊക്കെ പോസിറ്റീവ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. ആ ഒരു വ്യക്തിയിൽ ചിലപ്പം പെർഫെക്ഷൻ ഒന്നും കാണത്തില്ല. ഞാനും പൂർണ്ണ പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പെർഫെക്റ്റ് അല്ല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ എനിക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഞാൻ ഷടയെന്ന് അങ്ങ് പൊട്ടും, പിന്നെ കുറെ നേരത്തേക്ക് മിണ്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നാലും ഒരു വ്യക്തിയെ എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് എന്റെ വരുന്ന ഒരു ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ഞാൻ അവരെ സ്വീകരിക്കുന്നത്. പക്ഷെ മാഷാ അല്ലാഹ് എന്തായാലും അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നതാണ് ആ പുഞ്ചിരി. നമ്മൾ കൊടുക്കേണ്ട ഒരു സ്മൈൽ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവർക്ക് ഒരു പോസിറ്റീവ് തോന്നണം. എനിക്ക് ഇയാളോട് പറയാൻ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഇയാളോട് പറയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, ട്രസ്റ്റ് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരെ ഒന്ന് ചേർത്ത് എന്താ പ്രശ്നം, എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ കൂടുതലായിട്ട് അവർ പറയും. ചിലപ്പം ആ ഒരു വിഷമം അവർക്ക് ആ ഇമോഷൻസ് ഒന്ന് ചിലപ്പോ ഒന്ന് ഷെയർ ചെയ്താൽ മതി, അവിടെ മാറും. അങ്ങനെ നമ്മളൊരു വ്യക്തിയെ അംഗീകരിക്കാം. നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിലുപരി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടെ മാറ്റിയാണ് ചെയ്യുന്നത് കൂടെ ചിന്തിച്ചോളണം. നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങോട്ടൊന്ന് ചേർത്ത് നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വിശ്വാസമാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്, നമ്മൾ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മളെ ചേർത്ത് നിർത്തിയെന്നാണ്. ചേർത്ത് നിർത്തി എന്റെ കാര്യം കേട്ടപ്പോ എന്തൊരാശ്വാസമാണ് നമുക്ക്, അല്ലെ? അവർക്ക് ഭയങ്കര ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റി. അപ്പൊ ആ വ്യക്തി നമ്മളിൽ നിന്ന് പഠിക്കേണ്ടത് ആ വ്യക്തിന് ഒരു ജഡ്ജ്മെന്റുകൾ ഒന്നുമില്ലാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ എന്നെ സ്വീകരിച്ചു. എനിക്ക് അപ്പോൾ അവിടെ വിശ്വാസമുണ്ട്. അതെനിക്ക് നാളെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റണം എന്ന് ഞാൻ ട്രീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും, ഇമ്പാക്ട് അവര് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യും അത്. അപ്പം അത് കൊടുക്കുമ്പോ അടുത്ത വ്യക്തിയിലേക്ക് മാറുമ്പോ അങ്ങനെയല്ലേ നമ്മളൊരു വ്യക്തിപരമായിട്ട് അങ്ങ് പോകുന്ന ഒരു സമൂഹം നമുക്ക് നല്ലപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്റെ ലൈഫിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കും, ഓരോ വ്യക്തികൾക്കും ഞാൻ ഇങ്ങനെ കൂടുതലായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതലും കേൾക്കും, എല്ലാരെയും കേട്ടിട്ട് അതിനകത്ത് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ പറയും മറ്റേതത്ര നമുക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, നമുക്ക് ഇത് എടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ അവരെ
ഇടിച്ച് താഴ്ത്തി സംസാരിക്കരുത്. ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സ്പെഷ്യലി ഞാനിപ്പോ പറയണെങ്കിൽ അമ്മായി അമ്മയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പാട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാല് ഞാൻ എളുപ്പം ഒരു സംഭവം ഞാൻ പറയാന്ന് വെച്ചാല് എന്റെ ഉമ്മ തന്നെയാണ്, എനിക്ക് ഉമ്മ തന്നെയാണ്. പക്ഷെ അവർക്ക് നമ്മളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ പിൻവലിയുമ്പോ അവര് അവക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നോ. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അവരോട് ചേർന്ന് നിന്നിട്ട് അങ്ങനെയല്ല. പക്ഷെ എന്നാൽ അവിടെ കുറ്റം കുറവാണ് കൂടുതലും ഉള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് പോണത്. അങ്ങനെ വരുമ്പോ ചിലപ്പം അവർക്ക് ചിലപ്പോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ എടുത്തു കൊടുക്കേണ്ട കാര്യമായിരിക്കും. അത് നമ്മൾ കണ്ണു അടച്ചങ്ങ് ചെയ്തു കൊടുത്താൽ മതി. കണ്ണു അടച്ചിട്ടാ എന്റെ ഉമ്മായല്ലേ എന്ന് സങ്കല്പിച്ചാൽ കൊടുത്താൽ. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇവിടെ അടുത്താണ്, ഞാൻ എന്നും പോയി കാണാറുണ്ട്. കണ്ടു ഏതാണ്ട് 85-90 വയസ്സ് അടുപ്പിച്ച് വരും എന്റെ മദറിലേക്ക്. അപ്പൊ ഞാൻ അതെല്ലാം ക്ഷമിച്ചേ പറ്റൂ, കാരണം അവരെ പ്രായം അത് ഞാൻ പരിഗണിച്ചേ പറ്റൂ. എനിക്കൊരു ഉമ്മയില്ല, അപ്പം അതും ഞാൻ പരിഗണിച്ചേ പറ്റൂ. അവരെന്തോ ചെയ്തോട്ടെ, എന്തോ കാണിച്ചോട്ടെ, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ആദ്യമൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, സത്യം. ആദ്യമൊന്നും എന്റെ മദറിലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ എന്റെ ജീവിതവും എന്റെ ലൈഫും കൊണ്ട് ഞാൻ മാറ്റിയെടുത്തതാണ്. എന്റെ ഉമ്മ എനിക്കില്ല, പക്ഷെ അവരുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അതും ഒരു ഉമ്മയാണ് എന്നുള്ള പരിഗണന ഇപ്പൊ ഞാൻ പോകും സമയം. പക്ഷെ തിരിച്ചെന്റെ അടുത്ത് അങ്ങനെ അല്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ വിലയിരുത്തിയതല്ല, പക്ഷെ നമ്മൾ ഒരു പെരുമാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മദറിന്റെയും പിന്നെ മോന്റെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് നിൽക്കുന്ന രീതി നമുക്ക് അപ്പം അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിലൂടെ ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം എന്റെ മദറിലോ ഇരിക്ക്, നീ കഴിക്ക്, എന്ത് വെച്ചാലും ഞാൻ ചെന്ന ഉടനെ എന്റെ കയ്യിലെടുത്ത് തരും. ഞാൻ ചെയ്തേണ്ടതായിരിക്കും എന്തോ, എനിക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഉമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, നീ ചായ ഇട്ടാ കുടിച്ചായ. വേറെന്തൊക്കെയാണ് ചിന്തകൾ, വയസ്സായതല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടു പോകും, ചിലപ്പോൾ കാണാൻ വയ്യായൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വേണ്ട, ഞാൻ ചായ ഇട്ടു. ഞാൻ അവിടെ ചെന്ന് ഞാൻ ചായ ഇട്ട് കുടിച്ചു. പിന്നെ ചോറ് തീറ്റിയായി, അങ്ങനെയായി. പക്ഷെ എന്നെ ഇപ്പൊ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്നെ അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അവരെ പ്രായത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് ഉമ്മയില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ അവരെ അങ്ങനെയും കാണുന്നുണ്ട്. അപ്പം അതിലുപരി എനിക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം എന്താന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ഉമ്മ ഇല്ലാത്തത് കൊണ്ടിട്ടുള്ള ഒരു ഇത് ഉണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരങ്ങനെ. അപ്പം നമ്മള് ഓരോ അനുഭവത്തിൽ നിന്നും പല അക്സെപ്റ്റൻസിന്റെ കുറെ ഘടകങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടൂ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതാ ഞാൻ ഇവിടെ പഠിച്ചത്. ഞാൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തിരിച്ചിങ്ങോട്ട് തന്നു. അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടും കിട്ടാത്തതുണ്ട്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് കൊടുത്തിട്ടും കിട്ടാത്തതുണ്ട്. പക്ഷെ അവിടെ എന്തേ, തവക്കൽത്തു അലല്ലാഹ്, അല്ലാഹിൽ അർപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ സ്നേഹവും നമ്മളെ കരുതലും എല്ലാം നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ സ്നേഹവും കരുതലും എല്ലാം മാക്സിമം നമ്മൾ അത് അങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കുക. അല്ല ഒരു കടമ തീർക്കലാവരുത് ഒന്നും. കടമ തീർക്കലാണെങ്കിൽ നമ്മളെ ലൈഫിൽ ഒരു വാല്യൂ ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. ഇപ്പം ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് എന്റെ ഒരു കടമ തീർക്കലാണെങ്കിൽ എനിക്ക് ഇത്രയും പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെയല്ല ഇവിടെ വന്നത്. ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോ. പക്ഷേ ഞാൻ സംസാരിച്ചു വന്നപ്പോ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, നല്ല കുറച്ചുകൂടെ ഒന്ന് ബെറ്ററാക്കി കൊണ്ടുവരുന്നത് എനിക്ക് തന്നെ തോന്നി. പക്ഷെ അത് ഞാൻ ഇവിടെ ചെയ്യേണ്ട കടമയല്ല, അത് ഞാൻ തുറന്ന് തരുന്ന സംഭവമാണ്. ഞാൻ സ്നേഹത്തോടെ അത് പറയുന്ന സംഭവമാണ്. ഞാനത് അത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല പോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ സ്നേഹിക്കുകയും വേണം, പരിഗണിക്കുകയും വേണം, മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം, എല്ലാം വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ഓരോ വ്യക്തിയും ഓരോ രീതിയിൽ നമ്മൾ ഓരോ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിങ് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചിങ് കൊണ്ടുവന്ന വ്യക്തി നിങ്ങൾ ആരെങ്കിലും
ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ എന്താണ് ആ കാരണമെന്ന്? എന്ത് ചേഞ്ചിങ് ആണ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നതെന്നും ആരെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അതെന്ത് കാരണമാണ്? ഒന്ന് ആർക്കെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ആ ഞാൻ കുറേ നേരമായി ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇരുന്ന് പോയി. ചോദ്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അത്രയും ഒരു ഫ്ലോ ആയിട്ട് കയറി. ഓക്കെ. ഞാൻ കറന്റ്ലി ഞാൻ +2 ആണ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ സ്കൂളില് ഈ NSSന്റെ ഒക്കെ ലീഡറാ. അപ്പോൾ ഞാൻ ഈ ലീഡർഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. നമ്മളുടെ ക്യാരക്ടർ, കാരണം സൊസൈറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തന്നൊരു കാര്യം, എൻ്റെ ജൂനിയേഴ്സ്, അത് ഞാൻ കുറെ കാലമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവര് വന്ന് അവരുടെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങള്, ഞാൻ കാരണം ഉണ്ടായ മാറ്റങ്ങൾ പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തൊന്നല്ല, ചിലതുണ്ടല്ലോ നമ്മളെ കണ്ടു പഠിക്കുന്ന സംഭവങ്ങള്. അതെ അതിപ്പോ അതെ ചില കൈൻഡ്നെസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞത്, +2 ടെക്സ്റ്റ് ബുക്കില് ഒരു ചാപ്റ്റർ ഉണ്ട്, ഹൊറഗല്ലു പറയും. പണ്ട് ഓർമ്മ ഉണ്ടോ അറിയില്ല, അതില് സുധാമൂർത്തിനെ ഒക്കെ അറിയുന്നുണ്ടാവും. ഇപ്പോ അത് മറക്കാത്തവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. അപ്പൊ അതിലൊരു ആക്റ്റീവ് ലിസണർ ആവണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അവർ എൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഏറ്റവും വലിയ സ്കിൽ അതത്രേ. അതായത് ഞാൻ ലീഡർഷിപ്പും, ഞാൻ എന്നെ കാണുന്നത് ഒരു സ്പീക്കർ ആയിട്ടാ. ഓക്കെ. ഓക്കെ. പൊതുവെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം, +2 ഫെയർവെല്ലിന്, സെന്റ് ഓഫിന് അതായത് എന്റെ ഫ്രണ്ടിൽ ഒരാള് പ്രസംഗിച്ചു. അതിൽ എടുത്തു പറഞ്ഞത്, ക്ലാസ്സിൽ 65 കുട്ടികൾ ഉണ്ടായിട്ടും അവനെ ആരും കണ്ടിരുന്നില്ല, അവന്റെ വിഷമങ്ങള്. അതായത് ഞാൻ അങ്ങനെ എല്ലാവരോടും ഓക്കെ അല്ലേ, റെഡി അല്ലേ, സെറ്റ് അല്ലേ, എങ്ങനെ എന്റെ ജീവിതം പോകണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പാ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ അപ്പൊ പറഞ്ഞു, ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു പാടാത്രേ ലിസണർ ആവണം എന്നുള്ളത്. കുറെ ഡിഗ്രീസും അവൻ പറഞ്ഞാണ്, ഇത് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും കിട്ടിട്ടോ അപ്രിസിയേഷൻ. കുറെ ഡിഗ്രീസും കാര്യങ്ങളും എല്ലാം ബിയോണ്ട് ദാറ്റ് അവരൊക്കെ എന്റെ അടുത്ത് നിന്ന് പഠിച്ചത് ഒരു ആക്റ്റീവ് ലിസണർ ആവണം എന്നുള്ളതാണ്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വന്നു. കാരണം നമ്മളറിയാതെ നമ്മൾ ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നല്ലേ. അപ്പൊ അൽഹംദുലില്ലാ, അത് ഞാൻ ഒരിക്കലും അതിന്റെ കഴിവായിട്ട് ഞാൻ അംഗീകരിക്കണമൊന്നുമില്ല. കാരണം പടച്ചോൻ തന്നു, അത് നമ്മള് പിന്നെ കൂടുതൽ എമ്പത്തറ്റിക് ആവാൻ നമ്മൾ നോക്കണം. അതായത് നമ്മളുടെ ലൈഫിൽ ഇപ്പൊ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നം നമ്മളുടെ സൈഡിൽ നിന്ന് കണ്ടാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ കുറെയൊക്കെ. ശരിയല്ലേ? അതെ അതെ അവരുടെ ഭാഗത്തോട്ട് ചിന്തിക്കുക, ബാക്കിയൊക്കെ നമ്മൾ റെഡിയാവും. പിന്നെ ഇപ്പൊ ഒരാള് നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളൊന്ന് കാമാവുക, അപ്പൊ ഒക്കെ റെഡി ആയിക്കോളും. അതായത് എന്തുകൊണ്ടായിരിക്കും അയാള് ചൂടായെന്നൊന്നും അവരുടെ സാഹചര്യം അറിയില്ലല്ലോ. പലപ്പോഴും എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്റെ സിബ്ലിങ്സും എന്റെ ഉപ്പയും എന്റെ ഉമ്മയൊക്കെ പെട്ടെന്ന് ചൂടാവും. ഞാൻ അങ്ങനെ ചിരിച്ചിങ്ങനെ, അല്ലെങ്കിൽ അത് കാമായി കേൾക്കും. അപ്പൊ എന്നോട് ചോദിക്കും എന്റെ അനിയത്തി വന്നിട്ട്, അനക്ക് ഇതിന് ദേഷ്യമൊന്നും ഇല്ലേന്ന്. അപ്പൊ ഞാൻ പറയും, അത് ഓരോരുത്തരുടെ സാഹചര്യം അല്ലേ, നമുക്ക് അങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ ഓരോന്നെ വന്ന് പറയട്ടോ, സോറിട്ടോ, അതാണ് ഇതാണ് അന്നത്തെ ആ ഒരു ടൈമിലുള്ളതാണ് എന്നൊക്കെ വന്ന് പറയും. ഞാൻ നമ്മൾ ചൂടായതിനു ശേഷം അപ്പൊ ഞാൻ പറയും, അതൊന്നും ഒരു വിഷയമല്ല, അത് ഓരോരുത്തരെ വിഷമം, അതൊക്കെ നമ്മൾ അങ്ങനെ കാണണം. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കും ഉണ്ടാവും ഇങ്ങനെ കുറെ സാഹചര്യങ്ങള്. വലുതായി ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അത്ര ഏജ് ഒന്നും ഇല്ലല്ലോ. ബട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആവും അറിയില്ല. എന്തായാലും അതൊക്കെയാണ്. ഇൻഷാല്ലാ നല്ലൊരു ട്രെയിനർ ആവട്ടെ, സ്പീക്കർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇൻഷാല്ലാ. അപ്പൊ എന്തിനാ പേര്, ഹയ ഫാത്തിമ. ഹയ ഫാത്തിമ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ, ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? നമ്മളൊരു വ്യക്തിയെ നമ്മളെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ വ്യക്തിയിൽ നിന്നും, ആ വ്യക്തി എങ്ങനെയാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മളെ ഭാഗത്ത് നിന്നും. ഹയ ഫാത്തിമ ഇവിടെ പറഞ്ഞതാണ്. നമ്മുടെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ആ വ്യക്തിക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, നമുക്ക് ആ പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും, നമ്മൾ ആ പ്രതിസന്ധി എങ്ങനെ മുന്നോട്ട് കടന്നു പോകും, അല്ലെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും, നമ്മളെ കുറ്റപ്പെടുത്തൽ എങ്ങനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പൊ ഹയാ ഫാത്തിമ പറഞ്ഞത് 100% ശരിയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിലൊരു എന്താ അവയർനെസ് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ഡെയിലി അവയർനെസ് നമ്മളിൽ കൊണ്ടുവരേണ്ട ഭയങ്കര ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ റീസെന്റ് എനിക്കുണ്ടായ ഒരു സംഭവം, റീസെന്റ് അല്ല, ഒരു 3 month ആവും. ഇനി ഈ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഫിനാൻഷ്യലി ഇച്ചിരി ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട്, അറിയാലോ, എല്ലാവരുടെ നാട്ടിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് പൈസ നമ്മളെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് ഈ EMI അടച്ചു പോവാനായിട്ട് അതിനകത്ത് കുറച്ച് പൈസ എടുത്തു. അപ്പോ കഴിഞ്ഞ മാസം കുറച്ചുകൂടെ ഒന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റ് ആയി. ഈ മാസം കഴിഞ്ഞ മാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ചങ്ങ് ടൈറ്റ് ആയപ്പോഴത്തേക്ക് ഒരു പെൻഡിങ് ഇടാത്തൊരു വ്യക്തിയാണ് ഞാൻ, ഒരു പെൻഡിങ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അല്ല, ഇതും കൂടെ ഇനി ഞാൻ എങ്ങനെ സഹിക്കും? ഇത്രയും സഹിച്ചു, എന്റെ ലൈഫിൽ ഇത്രയും ഞാൻ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി, ഈ ഫിനാൻഷ്യലും കൂടെ ഞാൻ എങ്ങനെ സഹിക്കും? അപ്പൊ എന്റെ അടുത്ത് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 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 ഇതുമില്ല, എല്ലാരെയും നോക്കോ, ഇപ്പൊ ആരും അങ്ങനെ തരത്തുമില്ല. ഇത്രയും ഒരു ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ ആരും അങ്ങനെ തരത്തില്ല, അവരെ കയ്യിരിക്കുന്ന പൈസ എടുത്ത് തരത്തില്ല എന്ന്. അപ്പൊ ഇക്ക ശമ്പളം കിട്ടി അയച്ചു, എത്തുന്നില്ല, എന്ത് ചെയ്യും? എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാനങ്ങ് ഭയങ്കര ടെൻഷനായി. ഉറക്കമില്ല, ഊണുമില്ല. ഇക്കോൾസ് നീ ഉറക്കമില്ല ഊണുമില്ലാതെ ഇരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ജേണൽ അങ്ങ് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തറിയാമോ, എന്തായാലും നമ്മളിപ്പോ സാധാരണ വശം നമ്മൾ പുല്ല് എന്തോ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നെവർ മൈൻഡ് ആക്കി ഞാൻ ചെയ്തു മുന്നോട്ട് പോയി. അൽഹംദുലില്ലാ. പക്ഷെ എന്തോ ഒരു ഭയങ്കര അത്ഭുതം എന്നാണ് എന്റെ അടുത്ത് എന്റെ ചേട്ടത്തി വിളിച്ചിട്ട് പറഞ്ഞ, പൈസ ഞാൻ തരാം, നീ അടയ്ക്ക്. അന്ന് രാവിലെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, ഉണ്ടാ ഇത്താരെ കയ്യിൽ പൈസ ഉണ്ടോ, എനിക്കൊന്ന് തരാൻ. അവൻ പറഞ്ഞു, ഇല്ല, ഈ ചേട്ടൻ മച്ചാൻ നമ്മള് ഈ ഒരു ഇവിടെയൊക്കെ വിളിക്കുന്ന അങ്ങനെയാണ്, എനിക്കറിയത്തില്ല അങ്ങോട്ടൊക്കെ എങ്ങനെയാണ്, മച്ച പൈസ അയച്ചില്ല. അപ്പൊ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയണോ, പൈസ ഞാൻ തരാം, നീ ടെൻഷൻ അടിക്കണ്ട, പൈസ എനിക്കിപ്പം ഒരാൾ പൈസ തന്നു, ഞാൻ തരാം. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ റബ്ബേ, ഇത്രയും. അപ്പം നമ്മള് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും നേടാനില്ല, ഒന്നും നേടാനില്ല. പക്ഷെ പടച്ചോനിൽ ഒരു വിശ്വാസം ഞാൻ കൊടുത്തിരുന്നു, എന്തായാലും നടക്കും. അത് ജേണലിൽ ഞാൻ എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. എന്നെ പടച്ചോനിൽ അർപ്പിച്ച് തന്നെയാണ് ഞാൻ ജേണലിൽ എഴുതുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, ഞാൻ ഭയങ്കരമായിട്ട് എത്ര സ്തുതിച്ചാലും എനിക്ക് മതിയാവത്തില്ല ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ്, അങ്ങനെയും. അപ്പൊ നമ്മൾ ഓവർ ടെൻഷൻ ആയിട്ടൊന്നും കാര്യമില്ല. ആ എല്ലാ സാഹചര്യത്തിനെയും നമ്മൾ തരണം ചെയ്ത് ആ ഒരു, ഇപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് ആ സാഹചര്യം ചിലപ്പോൾ അവർക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് സംഭവിക്കുന്ന ആത്മഹത്യയാണ്. ആ ആത്മഹത്യ നമ്മള് ഒന്ന് നമ്മൾ ചെറിയൊരു മിനിറ്റ് ഒന്ന് ബേക്കിലോട്ട് ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ച് ചിലപ്പോ സ്റ്റക്കായി പോകും. ഇങ്ങനെ ആയിപ്പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്, പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? പക്ഷെ ഈ ഒരു സമയം, ഇപ്പൊ എല്ലാവരും ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ടൈമും കടന്നു പോകും. അപ്പൊ ഞാൻ ഫിനാൻഷ്യലി നല്ലപോലെ ബുദ്ധിമുട്ട് സഹിച്ചപ്പോ എങ്ങനെ എന്നെ പടച്ചോൻ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഞാൻ പഠിച്ചു അവിടെ. അതും ഞാൻ പഠിച്ചു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണമെന്നും ഞാൻ പഠിച്ചു. പക്ഷെ നമ്മളെ ലൈഫിൽ നമ്മൾ എല്ലാം പഠിക്കുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട്, നമുക്കത് പക്ഷെ തോന്നത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളെ ഓരോ അനുഭവങ്ങളും പടച്ചോൻ നമുക്ക് തരുന്നത് നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും, നമ്മൾക്ക് എന്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ ലൈഫിൽ, എങ്കിലല്ലേ നമ്മളിപ്പോ ഒരു 10 രൂപ ദാനം ചെയ്താലും നമ്മളെ കൊണ്ട് അത് ചെയ്തെന്നുള്ളൊരു മനസ്സിന് തൃപ്തി വേണ്ടേ? അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ കാര്യം. അല്ലാതെ ഇത്രയും വെച്ചിട്ടും ഇത്രയും നമ്മൾ ഒരു 10 രൂപ പോലും ഒരാൾക്ക് കൊടുക്കാതെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയൊരു എന്ത് മതി, ചിലപ്പോ ഒരു ചിരി കൊടുക്കാം. നമ്മളെ റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പുഞ്ചിരി മതി,
ഒരാളെ ചിലപ്പോൾ നമുക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ വലിയൊരു ചേർത്ത് നിർത്തലാവും. പല പ്രതിസന്ധികളിലും നമുക്ക് അവർ മറന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ടൈമും ഉണ്ടാവും. എനിക്ക് അനുഭവം ഉള്ളതാണ്. മറന്ന് നിൽക്കുന്ന ടൈം ഉണ്ടാവും. അപ്പം നമ്മളെ വ്യക്തിയിൽ നിന്നും നമുക്ക് പുരോഗമനം ഉണ്ടായാൽ മറ്റൊരു വ്യക്തിയിൽ അത് കൊടുക്കുക. നമ്മള് അടച്ചു വെച്ചെന്തായാലും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ മാക്സിമം കൊടുത്താലേ നമുക്ക് വീണ്ടും വീണ്ടും പറിച്ച് നമുക്കത് തരത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദാനം ചെയ്താലേ നമുക്ക് വീണ്ടും ധനം ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ദാനധർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ധനം നമുക്ക് ശേഖരിക്കാൻ പറ്റൂ. അതുപോലെ നമ്മളെ മനസ്സിന്റെ ക്വാളിറ്റീസും നമ്മളെ മനസ്സിൽ എന്താണ് നമുക്കുള്ളത്, പോസിറ്റീവ് ഉള്ളി, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആർക്കും കൊണ്ടുപോയി കൊടുക്കരുത് കേട്ടോ. ആരും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. അതുകൊണ്ട് നെഗറ്റീവ് ആർക്കും കൊടുക്കാൻ ശ്രമിക്കരുത്. ഒള്ളി പോസിറ്റീവ്. നമ്മളിൽ എന്ത് ഗുണമുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഓരോ ജഡ്ജ്മെന്റും ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ ഈ എന്താ പറയാ, എല്ലാരും പറയും നമ്മൾ എന്താ അതിന് പറയുന്നത് മറന്നു. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം. പക്ഷെ ഉപദേശം ഇപ്പൊ ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പക്ഷെ അത് നല്ല കാര്യങ്ങൾ ഞാൻ എടുക്കും, അത് വേറെ സത്യം. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ശരി, മാറ്റാം, ശരി, ശരിയാക്കാം, ശരി, ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതങ്ങ് സിമ്പിൾ ആക്കി വിടും. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മളത് ആ സമയത്ത് നമ്മൾ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ആയി പോവും നമ്മൾ. അതും ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും, ഞാൻ ക്ലാസ് നിർത്തട്ടെ മാഡം. ഓക്കെ, വേണ്ടി പോയിരുന്നു. എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കിട്ടിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ശരി, താങ്ക് യു സഫീല മാം, താങ്ക് യു. നല്ല സെഷൻ തന്നെ ആയിരുന്നു കേട്ടോ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എവിടെയോ ഒന്നതായി, പിന്നെ മറ്റേ മറന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്കൊരു പേടിയുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ആള് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓൺലൈനായിട്ട് വെബിനാർ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്, പിന്നെ 1-to-1 സെഷനും കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ടീമിന് ക്ലാസ് കൊടുക്കുന്നപ്പോൾ ഒരു ഫസ്റ്റ് ടൈം എനിക്ക് വിളിച്ചിരുന്ന 8:20, 8:15 സമയത്ത് എങ്ങനെയാവും ചെയ്യുന്നുണ്ടാവുക, ഞാൻ എന്തൊക്കെ ഇതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രീതിയിൽ ചെയ്താൽ മതി. യൂണിക് ടോക്കിൽ ഓഡിയൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഇവിടെ ആരും ജഡ്ജ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നില്ല. പിന്നെ ഈ സഫീല മാമിന്റെ കേസിൽ നേരത്തെ പറയാൻ വിട്ടതായിരുന്നു, ഷീസ് എ സർവൈവർ എന്ന് പറയാൻ പറ്റും. അതായത് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിടത്തുനിന്ന് അനുകൂലാക്കി വന്ന ഒരാളും കൂടാണ് മാമിന്റെ ലൈഫിൽ. നമ്മൾ അനസ്ക പറഞ്ഞിരുന്നു, ആകെ ചെറിയൊരു മോനുണ്ട്, ചെറിയ രീതിക്ക് ഒരു ഡിസോർഡർ ഉണ്ട്. അപ്പൊ അത് മാം ആദ്യം പറയും എനിക്ക് ചെറിയ കുട്ടികളെ അതേ ഇഷ്ടമായിരുന്നു എന്ന്. അപ്പൊ അനസ്ക പറഞ്ഞിരുന്നു പഠിച്ചോനെ അറിയാൻ പറ്റും, പഠിച്ചോനെ അറിയുന്നുണ്ടാവും സെഫീല എന്നുള്ള ആൾക്കാണ് ഈ ഒരു മോനെ ഏറ്റവും നല്ല രീതിയിൽ നോക്കാൻ പറ്റുക. അതുകൊണ്ടാണ് സെഫീലാന്റെ കയ്യിൽ തന്നിട്ടില്ല എന്നുള്ള സാധനം. ഇനി എപ്പോഴും എനിക്ക് സെഫീല മാം പറയുമ്പോൾ ആ ഒരു സംഭവമാണ് ഫസ്റ്റ്ലി ഓർമ്മ വരിക. ആളതുപോലെ കോൺവെക്കേഷന് ഉമ്മന്റെ അനിയത്തിമാരെ കൂട്ടി നമ്മൾ പ്രോഗ്രാമിന് വന്നിരുന്നത്. ഞാൻ വെറുതെ, അതായത് വരാൻ ഓക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു സെഫീല മാം വരുന്നുണ്ടാണ് ആവുന്നില്ല. കാരണം അത്ര സ്ട്രഗിൾ ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട്. ദൂരമുണ്ട്, പിന്നെ കോഴിക്കോട്ടേക്ക് എത്തുന്ന ബുദ്ധിമുട്ടുണ്ട്, ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഉണ്ട്. പക്ഷെ അവിടെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഡ്രീംസിന് വേണ്ടി എൻ്റെ കോഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ആൾ വന്നത് തന്നെയാണ്. ഇന്നിവിടെ പറഞ്ഞ സമയത്തും എനിക്ക് തോന്നിയത് ഇവിടെ ആർക്കും മനസ്സിലാവാണ്ടിരുന്നിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കംപ്ലീറ്റ്ലി റിലേറ്റബിൾ ആയിരുന്നു. ഫുള്ള് ലൈഫ് ലെസൻസ് ആയിരുന്നു. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമില്ല കുറെ റീതിങ്ക് ചെയ്യാനും സംഭവങ്ങൾക്കായാലും. ഞാനും ചില സമയത്ത് മാം പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങളെ കുറിച്ച് ചില പേഴ്സ്പെക്റ്റീവ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സെഷൻ ലീഡ് ചെയ്തു. ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ട് ഇൻഷാല്ല. നെക്സ്റ്റ് ആരായിരുന്നു? ഞാൻ ആക്ച്വലി എക്സാമിന് എനിക്കുണ്ട് വരുന്നുണ്ട് ക്യൂണോ. അപ്പൊ അതിന്റെ റിഫയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ ലീവ് ചെയ്യൂട്ടോ നിങ്ങൾ നോക്കണേ. പിന്നെ എന്തോ എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നി, ഞാൻ ഇരുന്ന്. ഉമ്മ വന്നിട്ട് ചോദിച്ചു എക്സാമിന് പഠിക്കാൻ കയറണില്ലേ, ഞാൻ അങ്ങനെയില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് കയറിക്കോളാം എന്നുള്ള രീതിയിൽ ആ ഒരു ഇവിടെ കൂടെ പിടിച്ചിരുത്തിണ്ടായിരുന്നു. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാനോ കാര്യങ്ങളോ വരുന്നത്? ഹലോ മാം. ഹായ് ജിസിഷ മാം, പറഞ്ഞോളൂ. നല്ല സെഷൻ ആയിരുന്നു. നമുക്ക് അതിൽ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മാം പറഞ്ഞ പോലെ ജേർണൽ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം സൊല്യൂഷൻ തന്നെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെനിക്കിങ്ങനെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ചിന്തിച്ചിട്ട് നിൽക്കുന്നതിന് പകരം എനിക്ക് അതൊരു 10-15 മിനിറ്റ് ഒരു നോട്ട് എടുത്തിട്ട് അത് എഴുതിയിട്ട് ഞാൻ തന്നെ അതിന്റെ റീസൺ സൊല്യൂഷൻ എല്ലാം കണ്ടെത്തുവാണെങ്കിൽ എനിക്ക് അത് ഫുള്ള് അവിടെ എൻഡിങ് ആണ്. ഫുൾ കോൺഫിഡൻസോടുകൂടി അവിടെ എൻഡ് ചെയ്ത ആ ഒരു പ്രശ്നം, പിന്നെ ഒരു തിങ്കിങ് അവിടെ ഇല്ല. ഇപ്പൊ ജേർണൽ മാം പറഞ്ഞ പോലെ ഭയങ്കര
അടിപൊളിയാണ് നമ്മളെ ലൈഫിൽ നമ്മൾ എഴുതിയിട്ട് നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ. പിന്നെ ഞാനിപ്പം ഇതില് പറഞ്ഞ പോലെ മറ്റുള്ള ആളെ ഇപ്പൊ ഞാന് സാധാരണ നോർമലി ഒരു ഇതിൽ നിന്ന് വരുന്ന ആളാ. പക്ഷെ ഗ്രോതെക്സിൽ പലതും കണ്ടിട്ട് ഇപ്പൊ മാം പറഞ്ഞ ഷെഫീല മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റൊരാളായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. ആ ഒരു വെളിച്ചമില്ലാത്തതിന്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി കുറവ്. അപ്പൊ അത് മാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ക്ലാരിറ്റി കുറവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ നല്ല റിലേറ്റബിൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിലും ബെറ്റർ ആണ്, അടിപൊളിയാണ്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ജസീഷ മാം. ജസീഷ മാം ഉള്ള ഗ്രോത്തെക്സ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആണ്. സഫീല മാമും ആ ഗ്രൂപ്പിലുണ്ട്. ജസീഷ മാം ആ ആണോ? ഗ്രോത്തെക്സ് നമ്മളെ ട്രെയിനറാണ്. നമ്മളെ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. അത് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ സ്റ്റുഡന്റ് ആണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പൊ ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാനായിട്ട്? ആ സൈഫുന്റെയും സമാൻ മ്യൂട്ട് ചെയ്തോളൂ. ഹലോ, അസ്സാം വലൈക്കും ഓൾ. കേൾക്കുന്നുണ്ടോ? ആ വലൈക്കും സ്ലാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാന് തുടങ്ങുമ്പോ ഞാൻ കയറിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കയറിയത്. അപ്പൊ ഞാൻ ആക്സെപ്റ്റൻസിന്റെ ഒരു കാര്യമാണ് കേട്ടത്. അപ്പോ അതിലെനിക്ക് ഇന്നൊരു ലൈവ് ഉദാഹരണം പറയാനുണ്ട്. എന്നുവെച്ചാല് ഇന്ന് ഞാനൊരു പുറത്ത് പോയി കഴിഞ്ഞിട്ട് വന്ന ആളേനും വന്ന സമയത്ത് എൻ്റെ മോള് എന്ത് ചെയ്തു, അവള് പോയി കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോയി തന്ന് എനിക്ക് കൊണ്ടുപോയി തന്നു. എനിക്ക് കൊണ്ടുപോയി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അവൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ് പോയി ഉണ്ടാക്കി. എന്റെ മോക്ക് 9 വയസ്സാട്ടോ. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോയി തന്നു. അപ്പൊ ഞാനത് കുടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയണേ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ആള് പോയി കഴിഞ്ഞിട്ട് ആ സമയമൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ എന്റെ വേറെ പണിക്കൊക്കെ പോയ സമയത്ത് പിന്നെ ഒക്കെ എന്തോ ഒരു ഇഷ്ടം തോന്നി. അന്ന് കിച്ചൺ മുഴുവൻ എന്റെ മോള് ക്ലീൻ ആക്കി. അത് നമ്മൾ ആ ഒരു കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, നമ്മൾ ചെറുത് കാര്യം ചെയ്താൽ മതി, അത് വലിയ മാറ്റങ്ങളാണ് അവിടെ വരിക എന്നുള്ളത് എനിക്ക് തന്നെ ഒരു പാടാട്ടോ. ഞാൻ ഏത് സമയവും ശകാരിക്കുന്ന ഒരാളാണ്. ഏത് സമയവും എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്ത കണ്ടിട്ടുണ്ടെങ്കിലും അപ്പൊ ഞാൻ ഷൗട്ട് ചെയ്യുന്ന ആളാ. അപ്പൊ അതിന്ന് അവർക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് എത്ര വലിയൊരു കാര്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ആയാലും നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ റിജക്ട് ചെയ്യുന്നേരം നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ ഒരു വാക്കുകൊണ്ടോ ഒരു ചിരി കൊണ്ടോ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നേരം നമുക്ക് അവരുടെ അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും അവിടെ കൂടെ കൂടാനും തോന്നും. അപ്പൊ ആക്സെപ്റ്റൻസ് എല്ലാരും ജീവിതത്തിൽ എന്ത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോ അത് ഏറ്റവും വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സൈഫുനിസ മാം. ഈ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് കുറെ ആൾക്കാർക്ക് നല്ലൊരു ഐ ഓപ്പണർ ആവും കേട്ടോ. ചെറിയ കാര്യം ചെയ്തു എന്നുള്ള ഇമ്പാക്റ്റിലാണല്ലോ നമ്മളതിലൊരു നോക്കാന്നില്ല. അപ്പൊ ലൈവ് ആയതുകൊണ്ട് തന്നെ എന്തായാലും താങ്ക് യു സൈഫുനിസ മാം, സഫീല മാം. നെക്സ്റ്റ് ആരായിരുന്നു? അസ്സലാമലൈക്കും. ഹയ പറഞ്ഞോളൂ. സഫീല കൊള്ളായിരുന്നു ക്ലാസ് ഒക്കെ. ആദ്യത്തെ ക്ലാസ് എന്നൊന്നും പറയൂല. ഓ, ആ, താങ്ക് യു. ആ. പിന്നെ ഈ അക്സെപ്റ്റൻസ് പറയുമ്പോ ഇപ്പൊ അമ്മായിയമ്മ ഒരു പ്രശ്നമാണല്ലോ എല്ലാ സ്ഥലത്തും. കേൾക്കുമ്പോഴേ അമ്മായിയമ്മ എന്ന് കേൾക്കുമ്പോ എന്തോ ആണെന്ന് തോന്നും. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാമെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 മരുമക്കളുടെ അമ്മായിയമ്മയാണ്. അപ്പൊ വന്നപ്പോ തന്നെ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ പ്രസവിക്കാന് ഹോസ്പിറ്റലിൽ പോകുന്നതും കൊണ്ടുപോകുന്നതും വരെ ഞാൻ തന്നെയായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടാക്കി, ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച കരഞ്ഞ് കരഞ്ഞ് അവിടെ നിന്നിട്ട് അവൾ അപ്പൊ തന്നെ എന്റെ കൂടെ വന്നു. അപ്പൊ എല്ലാരും പറയും 2 ആൺമക്കളുള്ളവർക്ക് മോളെ പ്രസവം നോക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചത് കാരണം അവരിപ്പോഴും എന്റെ കൂടെ. പലരും ഈ 2 മക്കൾക്കും കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ടോ, ഒരുമിച്ചുണ്ടോ, എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. മക്കള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കേണ്ടതല്ലേ. അത് മാത്രമല്ല, ആ രീതിയിൽ ഞാൻ ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ ഞാൻ അത്രയും സ്നേഹം കൊടുത്ത് നമ്മൾ എല്ലാ ഇതും കൊടുക്കുമ്പോ തന്നെ ആ മക്കൾക്ക് ഞങ്ങളെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമുള്ളതല്ല.
അതുപോലെ തന്നെ മരുമക്കളെ കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. പക്ഷെ എല്ലാവർക്കും അമ്മായിയമ്മ ആയിക്കഴിഞ്ഞാൽ പോരെടുക്കണം, അടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം. ഇത് മാറുന്നില്ലേന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് നമ്മളോട് തന്നെ. അതെന്ത് രണ്ടുപേരും ഉണ്ടാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അമ്മ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ഥലത്ത് നിന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടുപേരും ഉണ്ടാ ഇപ്പോഴും? എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ഈ ആൾക്കാരൊക്കെ ഒന്ന് മാറണം എന്ന് ഒട്ടും ഇല്ലേ? എന്താണ് എന്തോ. ഞാനതിപ്പോ ആർക്കെങ്കിലും ഉപകാരം ആവണമെങ്കിൽ ആവട്ടെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അവരെ ആ മോളായിട്ട് തന്നെ എടുത്തപ്പോ അവരും ഉമ്മയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കും. അപ്പൊ അത്രയും നമ്മൾ എന്തും വിട്ടു കൊടുത്തു കഴിഞ്ഞാല് അതുപോലെ അതുപോലെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാല് അപ്പോ പല സ്ഥലത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ എന്റെ ഒരാൾക്ക് 29 വയസ്സായി, ഒരാൾക്ക് 30 വയസ്സായി മോന്. അവരിപ്പോഴും ഞങ്ങളൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ. ഒരു കുഞ്ഞ് വീട്ടിലെ സാധനം വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ 4 പേരായിരുന്നു. ഇപ്പൊ അത് 6 പേരായി, 6 പേരായിട്ട് പോകുന്നു. ആ വളർത്തിയതും ആ വിട്ടുകൊടുക്കുന്നതും പരസ്പര കാര്യങ്ങൾ സഹകരിച്ച് കേൾക്കുന്നതും പറയുന്നതും കൊണ്ടാണല്ലോ അല്ലേ? അപ്പൊ അത് തന്നെ അക്സെപ്റ്റൻസിൽ എനിക്കതാണ് തോന്നിയത്. അതെ പിന്നെ അതെ അൽഹംദുലില്ലാ ഇനിയൊക്കെ ശരിയായി വരും. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കുണ്ട് അമ്മായി അമ്മ 80 വയസ്സൊക്കെ ആയി. അങ്ങനെ പറയുമെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം കൊണ്ട് അവർക്കും ഏറ്റവും സ്നേഹം ഈ പറഞ്ഞതുപോലെ എൻ്റെ അടുത്താണ്. എന്തുണ്ടെങ്കിലും ആരോടും പറയൂല എന്നുള്ളത് കൊണ്ട് എൻ്റെ പറയും. അങ്ങനെ നമ്മൾ സ്നേഹം കൊടുത്താൽ കിട്ടുമെന്ന്. അതുപോലെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അതാണല്ലോ, സ്വർഗത്തിൽ കിടക്കാൻ ഏറ്റവും അവകാശി സൽസ്വഭാവം ഉള്ളവരാണ്. തക്കുവയും സൽസ്വഭാവം ഉള്ളത് മാത്രം മതി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. മറ്റു ഇബാദത്തുകളെല്ലാം നിർവഹിക്കുന്നതിന്റെ അതിനേക്കാളും കാര്യം ഒരാളെ സ്നേഹിക്കുക, അല്ലെ? മനുഷ്യരോടുള്ള കടമ തീർത്താലേ നമസ്കരിച്ചിട്ടും കാര്യമുള്ളൂ, നോമ്പ് പിടിച്ചിട്ടും കാര്യമുള്ളൂ, ഹജ്ജിന് പോയിട്ടും കാര്യമുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഹജ്ജിന് പോകുമ്പോ എല്ലാവരും എല്ലാവരിടത്തും ചെന്ന് പൊരുത്തം ചോദിക്കുന്നത്, അല്ലേ? പുറത്തു തരണമെന്ന്. മനുഷ്യരോടുള്ള ബാധ്യത നിറവേറ്റിയാൽ മാത്രമേ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കൂ എന്നുള്ളതാണ്, അല്ലെ? നോമ്പിനും അതല്ലേ, എല്ലാവരും വീട്ടിൽ പോവുക, പൊരുത്തം കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ നോമ്പ് പിടിച്ചിട്ടും കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് നോമ്പ് പിടിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ ഇപ്പൊ ഈ പഠിച്ചതിലുള്ളതാണ് മക്കളോട് ദേഷ്യപ്പെടുന്നത്, അല്ലേ? മക്കളോട് താഴ്ത്തിക്കെട്ട് അങ്ങനെയുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അല്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞതുപോലെ വഴക്ക് പറയണ്ട മക്കളെ, അല്ലേ? മക്കളെല്ലാവരും നല്ലത് തന്നെയാണ്. നമ്മുടെ ദേഷ്യം നമ്മൾ അവരുടെ അടുത്ത് തീർക്കുന്നതാണെന്ന് ഇന്നലത്തെ ക്ലാസ്സിലെ മോളല്ലേ പറഞ്ഞത്, അല്ലേ? നമ്മളെ ദേഷ്യം നമ്മളത് തീർക്കണ്ട. ഇവര് നമുക്ക് എല്ലാം ഒന്ന് ക്ഷമിച്ചു കൊടുത്ത് അവര് 100 ഇരട്ടിയായിട്ട് നമ്മളെ സ്നേഹിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇൻഷാ അള്ളാ ശരി. താങ്ക് യു ഹസീന മാം. ഹസീന ഹസീന മാം പറ്റുകയാണെങ്കിൽ റെക്കോർഡിങ്സിൽ ഈ ഒരു പോർഷൻ മാം തന്നെ ഇരുന്ന് കേട്ടുകൊണ്ടിട്ടോ. നല്ല രസത്തിൽ കഥ പഠിച്ച് ചിരിക്കുന്നുണ്ട്. നല്ല ഫ്ലോയിൽ ഒരു ട്രെയിനറുടെ സാധനത്തിലായിരുന്നു മാം സംസാരിച്ചിരുന്നത്. പറ്റുകയാണെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്ത് കണക്ട് ചെയ്ത്. ഹസീന മാം ചിലർക്ക് അറിയണ്ടായിരിക്കും കേട്ടോ, നമ്മൾ റമദാനിലൊരു സെഷൻ എടുത്തിരുന്നു ഖുറാൻ എന്നില്ല, യൂട്യൂബിലുണ്ട്. ഹസീന ഷാക്കിർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലോക്ക് ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. എന്തായാലും താങ്ക് യു. ഖദർ ഭായി പറഞ്ഞോളി നെക്സ്റ്റ്. സഫീറൊക്കെ എന്റെ ബാച്ച്മേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാണ്. ഞാനിപ്പോ ഈ അമ്മായിമ്മയുടെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന അസീംതയുടെ ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചാണ് അസീംത ഇത് പറയുന്നുള്ളത്. അപ്പൊ നമ്മളെങ്ങനെയാണ് അങ്ങോട്ട് പെരുമാറുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് റിട്ടേൺ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോട്ട് ഇങ്ങനെ വായിച്ചത്, വാട്ട് വി ഗീവ് ഡസൻറ്റ് ഓൾവേസ് റിട്ടേൺ, ബട്ട് വാട്ട് വി ഗീവ് ഓൾവേസ് വാട്ട് വി ആർ. അതായത് നമ്മളെങ്ങനെ ആവണമെന്നുള്ളത്, ഇപ്പൊ നമ്മൾ അവര് നമ്മളോട് നന്നായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം. ഇത് നമ്മളെങ്ങനെയാണോ അങ്ങോട്ട് ചെയ്യുന്നത് അതാണ് നമ്മളായി തീരുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചു കിട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മളെങ്ങനെയാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളായി തീരുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ അമ്മായിമ്മയുടെ വിഷയമായാലും ഏത് റിലേഷൻഷിപ്പിന്റെ വിഷയമായാലും നമുക്ക് അത്തരത്തില് അവർക്ക് ഇങ്ങോട്ടുള്ളതിനെ മാത്രമാണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങോട്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ അവരുടെ പ്രായം, ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ഒരു സ്റ്റോറി ഒരിടക്ക് ഇങ്ങനെ കേട്ടപ്പോ പുള്ളിക്കാരൻ രാത്രി ലേറ്റ് നൈറ്റ് കറക്കവും സെക്കൻഡ് ഷോ മൂവീസ് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഈ 30s അടുക്കുമ്പോ പുള്ളിയാണല്ലോ മറ്റേ കോട്ട് പറഞ്ഞത്, തന്ത വൈബ് അല്ല, വൈബ് തന്തകളാണ്
എന്ന് അപ്പൊ ലേഡീസിനോടൊക്കെ അടുക്കുമ്പോൾ ഉണ്ടായ തിരിച്ചറിവുകൾ എന്നുള്ള രീതിയിൽ ഒരു ടോക്കിൽ എന്തോ കേട്ടാണ്. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാല് പ്രായം ഈ ഇവരോട് കിടന്നോ എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും, അമ്മ പ്രത്യേകിച്ച് കിടക്കൂല, കിടന്നിട്ടുണ്ടാവില്ല. അപ്പൊ തിരിച്ച് ലേറ്റ് ആയി 12 മണി 1 മണി വരെ വരുന്നവരെ ഇവരുടെ ഉറക്കം പോവാണ്. അപ്പോ ഇവരോട് നമ്മുടെ കയ്യിൽ കീ ഉണ്ടാവും, നമ്മള് കേറിക്കോളാന്ന് പറയും. പക്ഷെ എന്നാലും നമ്മള് ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ഇവരുടെ അണക്കം കേട്ടു. ഇത് എനിക്ക് അനുഭവമുള്ള ഒരു വിഷയമാണ്. ഞാൻ രാത്രി അങ്ങനെ ഇറങ്ങാറുള്ള ആളായുണ്ട്. അപ്പൊ രാത്രി ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ ആ ശീലം നിർത്തി. അവരെ തിരുത്താൻ ചിലപ്പോ അവരെ ലോജിക് വൈസ് നമുക്ക് കൺവേ ചെയ്ത് അവരെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ മൂപ്പര് ആ ശീലം നിർത്തിയിട്ട്, കാരണം അവര് ഈ ഒരു പ്രായത്തിൽ ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവും പറയാൻ പറ്റില്ല. അവരെ തിരുത്തി അവരെ നന്നാക്കുന്നതിൽ നല്ലത് നമ്മള് നന്നായി കഴിഞ്ഞാൽ അവരുടെ അത്രയും കാലം നമുക്ക് ഹാപ്പി ആയിട്ട് വലിയ പ്രശ്നങ്ങളിലാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോ അതൊക്കെ ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ലെസൺസ് ആണ്. അതുപോലെ തന്നെ ഈ വിട്ടുകൊടുക്കുമ്പോ നമ്മൾ മറ്റൊരാളായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമോഷണലി പെരുമാറുന്നതിന് പകരം സൈലൻസിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞത് ഭയങ്കര റിലേറ്റബിൾ ആണ് ഡെയിലി ലൈഫിൽ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതില് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഒരുപാട് അറിയാമെന്ന് നമ്മൾ വിചാരിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് വേറെ പല തലങ്ങളുണ്ട്, അതിന് ഇങ്ങനെ നോക്കി കാണാമെന്നൊക്കെ ഇതുപോലത്തുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഈ വിട്ടുകൊടുക്കുമ്പോ ടെമ്പറലി നമുക്ക് നഷ്ടം തോന്നിയേക്കാം, ഏത് ബന്ധങ്ങളിലായാലും എന്ത് ഇതിലായാലും അത് നഷ്ടപ്പെടുമ്പോ ഇപ്പൊ നമ്മൾ പറയാണ്ട് ഒരു ബസ്, നമ്മൾ ടൈമിന് ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഒരു ബസ് നഷ്ടപ്പെട്ടാല് ആ ഒരു സ്റ്റോറി, ഈ അടുത്തൊരു ഫ്ലൈറ്റ് ആക്സിഡന്റിന്റെ കേസ് നമ്മൾ റിയൽ ടൈം, മറ്റേ സ്റ്റോറി ആയിട്ടാണെങ്കിൽ റിയൽ ടൈം ഫ്ലൈറ്റ് എയർപോർട്ടിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് ആ ഫ്ലൈറ്റ് കയറാൻ പറ്റാത്ത ക്രാഷ് ആയ സംഭവം. അപ്പൊ നമ്മൾ എവരി ഡിലേ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുന്നത് ഒരിക്കലും ടെമ്പറലി നമുക്കൊരു ലോസ് ഉണ്ടാക്കിയേക്കാമെങ്കിലും പെർമനന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും അത് നമ്മുടെ ലാഭത്തിന്റെ പങ്കിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേർത്ത് നിർത്തിയാലോ അല്ലെങ്കിൽ പരിഗണിച്ചാല് ഫാമിലിയിലായിക്കോട്ടെ, മരുമക്കളിലായിക്കോട്ടെ, മക്കളിലായിക്കോട്ടെ. ഇപ്പൊ മകളുടെ ഒരു ഇൻസിഡന്റ് ആളിപ്പോ ഷെയർ ചെയ്തു, മറ്റേ ചായ ഇട്ട് കൊടുത്തതും ക്ലീൻ ചെയ്തതൊക്കെ. അപ്പൊ ഈവൻ ബിസിനസ്സിലായിക്കോട്ടെ, ഇപ്പോഴത്തെ മുമ്പത്തെ ഒരു ബോസ് ലെവൽ സെറ്റപ്പിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ഗ്രോത്ത് എക്സിലെ ക്ലാസ്സില് നമ്മുടെ ആ സാറ് പറഞ്ഞു, ഹാരിസ് സാറ് പറഞ്ഞിരുന്നല്ല. അപ്പോ ഇപ്പൊ ഒരു കമ്പാനിയനായിട്ട് കൊണ്ടുനടന്നില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ട്, ബോസിന് ഒരു ചായ ലീവ് ചോദിച്ചിട്ട് നീ കൊടുത്തില്ല, അപ്പൊ ബോസിന് എംപ്ലോയി ഒരു ചായ കൊണ്ട് കൊടുക്കണം. അപ്പൊ ബോസ് പറയും, എന്നാ ഞാൻ ആ ചോദിച്ച ലീവ് ഞാൻ അപ്പൊ ഒരു മൂഡിൽ പറഞ്ഞാണ്, അത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, എടുത്തോന്ന് പറയും. അപ്പൊ ഈ പെൺകുട്ടി പറയും, ആ കാപ്പി ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക്, ഞാൻ വേറെ ഇട്ട് തരാം, അത് തണുത്തിട്ടുണ്ടാവും. അപ്പൊ പുള്ളി ഒരു കുഴപ്പമില്ല, അങ്ങനെ നിർബന്ധിച്ച് വാങ്ങും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ ഇതില് വിഷം ചേർത്തിട്ടുണ്ട്. സംഗതി ഒരു റീലാണ്. അപ്പോ ഈ ഇമോഷൻ അല്ലെങ്കിൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നതിനൊക്കെ ഉപരി ഇവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും മെന്റൽ ഹെൽത്തിലും ഒക്കെ സാധിക്കുന്നത് ഇവരെ ചേർത്ത് നിർത്തുന്നതിലൂടെയാണ്. അത് ഏത് മേഖലയിലായാലും നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട്, അത് ബിസിനസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ. റിയാസ് ബിൻ ഹക്കീം സാറിനൊക്കെ ഇമോഷണൽ സെയിൽസ് കോച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മൂപ്പരുടെ വീഡിയോസിലൊക്കെ നമ്മൾ കാണും, നമ്മൾ ഇതുവരെ വിചാരിച്ചു വെച്ചിരിക്കുന്ന സെയിൽസ് അല്ലെങ്കിൽ ഒരു ക്ലോസിങ്, ഒരു കസ്റ്റമറുമായിട്ട്, ഒരു ക്ലയന്റുമായിട്ടുള്ള ഡീലിങ്സ് ഒന്നും അല്ല മൂപ്പര് പറയും. ഇതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് വെറും മനുഷ്യന്മാരോട് ഇടപഴകുന്ന രീതിയിലേക്ക് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടുകളെ നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നത്. കുറച്ച് പോയിന്റ് എഴുതി അങ്ങനെയൊക്കെ ഓൾ ഇൻ ഓൾ ക്ലാസ് അടിപൊളിയായിരുന്നു. നമ്മളൊക്കെ തുടക്കക്കാരാണ്. ആ ഒരു ലെവലില് ഐ എം റിയലി പ്രൗഡ് ഓഫ് സഫീറ മാം. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഇതിലിപ്പോ നേരത്തെ ഹസീന മാമിന്റെ അടുത്ത് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് കാലത്തിന്റെ അടുത്ത് പറയാനില്ലേ. നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അടിപൊളി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇത് ഇവിടെ മാസ്റ്റേഴ്സ് പറയുമ്പോൾ ഇവിടെ മാത്രമല്ലാണ്ട് പുറമേക്ക് ഇത് കൊടുക്കുക, ഈ ഒരു കഴിവിനെങ്കിലും അപ്പ് സ്കിൽ ചെയ്യുക. ഇൻഷാല്ലാ. താങ്ക് യു. നെക്സ്റ്റ് നമ്മള് ഹയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹയ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഇവിടെ ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ കേൾക്കാം, ഓക്കെ. കേൾക്കാം.
താങ്ക് യു സോ മച്ച്. ഞാൻ കണ്ടപ്പോ ആദ്യം ഓർമ്മ വന്നത് എന്താ അറിയോ, പണ്ട് KG-യിലൊക്കെ പഠിക്കുമ്പോ ചില ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വരും. ആ ഒരു മുഖം എവിടെയോ എനിക്കെന്തോ എന്റെ പണ്ട് ടീച്ചേഴ്സിന്റെ കുറെ ഫേസ് ആണ് ആദ്യം ഓർമ്മത്. പിന്നെ എനിക്ക് ഓർമ്മ എന്താ അറിയോ, കുറേ പറയാനുണ്ട്, കുറേ പറയണ്ടേ, ഏതൊക്കെ പറയാൻ വരെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് സെഫീല മാം. കാരണം അത്രയും ഷെയർ ചെയ്യാനുണ്ട്. ഒരു NSSന്റെ വൈബിലേക്ക് കയറി ഇന്നത്തെ ക്ലാസ്. എന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇന്ന് എന്തോ മനസ്സ് നന്നാവട്ടെ ആദ്യം തന്നെ. ശരിയല്ലേ, ആ ഒരു NSSന്റെ മൂഡില്. അപ്പൊ ഞാന് ഇന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാനൊരു ജനറേഷൻ ആണല്ലോ, അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഒരു 14-13 വയസ്സിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എന്റെ വീട്ടില് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഒന്നുമല്ല. ഏഹ് അവര് എന്റെ കഴിവ്, അതായത് ഞാൻ നന്നായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, ഞാൻ പറഞ്ഞാലും എനിക്ക് ഈ അപ്രിസിയേഷൻ കിട്ടാറില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ എപ്പോഴും അത് ബ്ലെയിം ചെയ്ത് അത് മാത്രം ചിന്തിച്ച് നടന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. അപ്പോ ഞാനിങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യം എടുത്ത ഡിസിഷൻ എന്തായിരുന്നു അറിയോ, ഞാൻ അങ്ങനെ ബാക്കിയുള്ളവർക്ക് ആവാനിരുന്നു. സംഭവം എന്റെ പാരന്റ്സിന് എന്നെ മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ ജനറേഷൻ, അല്ലാതെ പാരന്റ്സിന്റെ ഒക്കെ തെറ്റാണ്. ഞാൻ ഇന്നുണ്ടെങ്കിൽ അവര് കാര്യം തന്നെയാണ്. ബട്ട് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാരണം പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാന് അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അതായത് ഉപ്പ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഉപ്പ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാന് മറ്റേ ചോദിക്കാൻ, തെറ്റിപ്പാ എന്താ, എന്തേലും ഇഷ്യൂ ഉണ്ടോ, എന്റെ റൂമിൽ റെന്റ് ആയില്ലേ, വാടക കൊടുത്തിട്ട് സെറ്റ് ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എന്താണ് എന്റെ ഉപ്പാക്ക് ഞാൻ അൽഹംദുലില്ലാ റെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഗേൾ, ആസ് എ ഗേൾ എനിക്ക് ഭയങ്കര ബ്രദർ MBBS പഠിക്കാൻ സ്ഥാനം നാട്ടിൽ ഇപ്പൊ കറന്റ് ഞാനാണ് സ്ഥാനം നിൽക്കുന്നത്. അങ്ങനെ ഇന്ന് ഉമ്മ ഉച്ചക്ക് ഒരു വൈകുന്നേര ടൈമില് ഉമ്മ ഭയങ്കര വിഷമിച്ചിരിക്കാം. വിഷമിച്ച വേഗം മനസ്സിലാവും ഇപ്പം. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്ന ഇടക്കിടക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉമ്മാനെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടു. ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്തേലും ഇഷ്യൂ ഉണ്ടോ, പറയുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ ഉണ്ട് എനിക്ക് മനസ്സിലാവും. സംഭവം ഒരു ചെറിയൊരു മൈന്യൂട്ട് ഇഷ്യൂ ആണ്, അത് എനിക്ക് പറഞ്ഞു, അതപ്പൊ തന്നെ സോൾവ് ചെയ്തു കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ മക്കൾക്ക് ഒരു നേരം ഞാൻ വിഷമിച്ചിരുന്നപ്പോ തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ പറഞ്ഞിട്ട് ഉമ്മ കണ്ണിലിങ്ങനെ വെള്ളം നിറച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഫീലായി. കാരണം 18 വർഷമായിട്ട് നമ്മൾ ആദ്യം ആസ് എ ഹ്യൂമൻ നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടോ എന്ന് എവിടെ നോക്കണ്ട അറിയോ, നമ്മുടെ വീട്ടില് നമ്മൾ നല്ലൊരു സോഷ്യൽ ആവുന്നുണ്ടോ നോക്കണം. ഇത് നമ്മൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്നവരെ ഇരിക്കുമല്ലോ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനും എടുക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോ ക്ലാസ് എടുക്കുന്നതിന് പുറമെ വീട്ടിൽ നമ്മളാണോന്ന്, ഇപ്പൊ മീ ടൈം നമ്മളെല്ലാം കൊടുക്കുമല്ലോ, അതായത് സെൽഫിനെ നോക്കുക, സെൽഫിനെ അനലൈസ് ചെയ്യുക, അതൊക്കെ. അതിന്റെ പുറമെ സൊസൈറ്റിയിലുള്ള ചുറ്റുള്ള ആൾക്കാരെ നോക്കാൻ മറക്കരുത് ഈ ഒരു ജേണിയില്. കാരണം അങ്ങനെ മറന്നവരുണ്ട്. അത് മറക്കുമ്പോഴാണ് എന്തായാലും മനസമാധാനം ഒക്കെ പോയി കിട്ടും. വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ നാളെ ഒരു അതേപോലെ അവസ്ഥയിലായിരിക്കും, ഓട്ടോമാറ്റിക്കലി പടച്ചവന്റെ കരങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ നാലുപുറത്തുകളൊക്കെ നോക്കണം. നാലുപുറത്തുകളെ പറയുമ്പോ ചെറിയ കുട്ടികളാവും, 2 വയസ്സുള്ള കുട്ടികൾ വരെ ഇൻക്ലൂഡഡ് ആണ്. ഞാനത് എടുത്തെടുത്ത് പറയും. കാരണം ചെറിയ കുട്ടികൾ പോലും നമ്മളെ റിഫ്ലക്ട് ചെയ്യും, ഉറപ്പാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കല്ല, ഉറപ്പായിട്ടും നാളെ ഈ സംസാരിക്കുന്ന എന്റെ അനിയത്തി അത് നല്ല റോൾ മോഡലാക്കി ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് കാണുന്നത് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാരന്റ്സ് മക്കളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മക്കള് പാരന്റ്സിനെ മനസ്സിലാക്കുക. അതായത് എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും റെഡി ആവൂല. ലൈക്ക് ഇവളെ കണ്ടുപടി എന്ന് പറയുന്നതിന് പകരം അത് നമ്മളോടാവുക. എന്നിട്ട് മാറ്റം വരുന്നുണ്ടോ, ഡെഫിനറ്റ്ലി അവിടെ മാറ്റം ഉണ്ടാവും. എന്ന കാഴ്ചപ്പാടാണ് ഒട്ടുമിക്ക പ്രശ്നത്തിനും കാരണം. അതാണ് സത്യം. അപ്പൊ ചില മനുഷ്യന്മാര് ഒറ്റയ്ക്ക് കാണുമ്പോൾ കൊടുക്കത്തെ ദേഷ്യം ഇരിക്കും. അത് ശരിക്കും അങ്ങനെയൊന്നല്ല. റിയൽ ലൈഫിൽ വരുമ്പോ നമുക്ക് മനസ്സിലാവും, ഇത്ര പാവമായിരുന്നില്ല എന്ന് തോന്നും. ഞാന് എന്റെ ലൈഫിൽ എനിക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വേഗം മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇന്നെ കണ്ട എന്റെ ഫ്രണ്ട് അവള് ചോദിക്കും, ഇന്നെന്താ പറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാ പറഞ്ഞ കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടുന്ന രീതിയില്. അപ്പോ അതാണ് ആദ്യം പറയാനുള്ളത് എല്ലാരോടും. ഇപ്പൊ സെഫീല മാം അടിപൊളി കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നിങ്ങൾ സൂപ്പറാണ് സത്യം പറഞ്ഞ. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒരുപാട് ഇനിയും ഉണ്ട്.
ഇപ്പൊ റിയാസ് സാറൊക്കെ പറയാനുള്ള ലിമിറ്റ് ഒക്കെ വേണ്ടി പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഭയങ്കര രസമായിട്ടോ. എന്തായാലും യൂണീക് ടോക്കിൽ ഏറ്റവും കൂടുതൽ അതായത് അടിപൊളിയാവുന്നത് യൂണീക്ക് എക്സിത്തോരാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫീഡ്ബാക്ക് കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുണ്ട്. അഫ്സൽ മാജിദ് സാർ കൂടി വേണമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നില്ലേ അല്ലെ എല്ലാവർക്കും അല്ലെ. ഹസീന മാമിനെ ഞാൻ കണ്ടിട്ടുണ്ട്, മുന്നത്തെ ഇതില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹസീന മാമിന്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ. മാഷാ അല്ലാ മാഷാ അല്ലാ ഇന്നും ഇങ്ങനെ തന്നെ ആവട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ജനറേഷനിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പറയുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഏജുള്ളവരും ഇതിൽ കുറവായിരിക്കും. നിങ്ങൾ നോക്കിയാൽ എന്ന് ചോദിച്ചാൽ മതി, കുറവായിരിക്കും. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു എക്സ്പ്രഷൻ അവർ നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ അവര് നന്നായിക്കോട്ടെ, അങ്ങനെയാണ് നമ്മള് അത് ഓപ്പോസിറ്റുള്ള ആളെ അങ്ങോട്ട് ബ്ലെയിം ചെയ്യാണ്. നമുക്ക് ഒരുപാട് മാറാനുണ്ട്, ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ. സഫീന മാമിന് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ഷിയ. ഹൈം ഒരു ചെറിയ ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ട്, അടിപൊളി. നമ്മളെ യുണീക്നെസ് ഫെസ്റ്റ് 3 പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഇന്ന് വരെ എല്ലാ യുണീക് ടോക്കിലും കയറി അടിപൊളിയാക്കുന്നതല്ലേ. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും? ആഫില മാം, വാഹിദ് സർ, ഷഹീർ സർ, സീനത്ത് സർ, മാം, SLK. ഹലോ, ഹലോ, മ്യൂട്ട് ചെയ്തോളൂ. ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറച്ച് കേട്ടത്, പക്ഷെ കേട്ട കാര്യങ്ങളൊക്കെ നല്ലോണം കണക്റ്റഡ് ആയി തോന്നി. കാരണം നമ്മൾ ആ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ ഫസീന മാമും അതേപോലെ മറ്റേ ഖാദർ സാറൊക്കെ പറഞ്ഞ പോലെ ഈ അമ്മായിമ്മ വരുമ്പോഴുള്ള പ്രശ്നവും കാര്യങ്ങളും അതൊക്കെ എങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഞാൻ എടുക്കാവാ നെഗറ്റീവായിട്ടുള്ള കാര്യം എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം. അതേപോലെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയി തോന്നി. പിന്നെ ആള് നല്ല രീതിയിൽ, സെഫില മാം നല്ല രീതിയിൽ തന്നെ ആ ഒരു നിങ്ങളെ ജീവിതം നല്ല രീതിയിൽ പറഞ്ഞു വെച്ച ആ ഒരു ലെവലായിരുന്നു. മാഷാ അല്ലാ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. നമ്മളെ റിഫാണ് കേട്ടോ. ആള് കുട്ടിനിറ്റായ കാരണമാണ് വീഡിയോ മോഡിൽ ഒന്നും താങ്ക് യു. വരാത്തത്. താങ്ക് യു. താങ്ക് യു. ഷഹീർ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോ. ഹലോ, ഓഡിബിൾ ആണ്, കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതില് തുടക്കത്തിലുള്ള ഈ ഒരു മാതാവിന്റെയും മോന്റെ കഥയൊക്കെ പറഞ്ഞ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ശരിക്കും നമ്മള് മാതാപിതാക്കൾ കൊടുക്കേണ്ട പരിഗണനയും അവർ തിരിച്ചു നൽകേണ്ട പരിഗണനയും ഒക്കെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഇതിൽ തന്നെയുള്ള ഒരാള് ഒരു ക്ലാസ് എടുത്തായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ലിങ്ക് യൂട്യൂബിൽ കണ്ടതാണ്. മദ്രസ അധ്യാപകൻ സ്വന്തം രാവിലെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഉമ്മാക്കും ഉപ്പാക്കും മുത്തം കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്നു. ശരിക്കും നമ്മളെ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മളെപ്പോഴും കാണണം. കാരണം നമുക്ക് ലൈഫിൽ ഒരു വട്ടേ നമ്മുടെ മാതാപിതാക്കളെ ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ പരമാവധി മുതലാക്കണം. കാരണം ആ സ്നേഹം കൊടുക്കലും നമ്മുടേതായ കൈമേന്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് അവരെ സ്നേഹിക്കുക. ഞാനൊക്കെ ഒന്ന് ഇപ്പൊ വിദേശത്ത് നിന്ന് ഇപ്പൊ ജോലി ചെയ്യുന്നതായപ്പോ എന്റെ ഉമ്മക്കും ഉപ്പക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവിധ സുസൗകര്യങ്ങളും ഇവിടുത്തെ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കിട്ടുന്നത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിട്ട് പോകും. ഒരുവിധം 90% പ്രവാസികൾ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോ പറഞ്ഞതിനോട്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, എനിവേ താങ്ക് യു. താങ്ക് യു ഷെയർ സർ. ഷെയർ സർ പുറത്തുനിന്നാണ് സഫീല മാം ജോയിൻ ആയിട്ടില്ലേ, ആളുടെ സൗദിയിലാണ്. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ആളെ പറഞ്ഞത് നമ്മൾ ഇല്യാസ് ഖാന്റെ സെഷനെ കുറിച്ചായിരുന്നു. ഇല്യാസ് പറമ്പിൽ എന്നൊരാൾ ക്ലാസ് എടുത്തിരുന്നു. ഇല്യാസ് ഖാൻ കയറിയിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നൊരു ലേറ്റ് ആയപ്പോൾ ലീവ് ആയതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്ക് പറയാനോ കാര്യങ്ങളായിട്ട്? സഫീല മാമിന്റെ മോനൊക്കെ വന്നിട്ടുണ്ടല്ലേ വീഡിയോ മോഡിൽ. ഞാനിവിടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് മോഡ് ഓഫായി ഒന്ന് ഇറങ്ങിയാണ്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ വല്ല വൈൻഡപ്പ് ചെയ്താലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. വല്ല വൈൻഡപ്പ് ചെയ്താലോ സഫീല മാം?
എല്ലാവരും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവുക. നമ്മളെ വ്യക്തിയിൽ നിന്ന് തന്നെ നമ്മളെ സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കാൻ നോക്കുക. ഇനിയുള്ള ജനറേഷൻ അത് പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പം എന്റെ ആ കുട്ടി നേരത്തെ സംസാരിച്ചെന്തോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി മാഡം. എന്താ? ഹയ ഹയ. ഹയ. ഞാൻ KG ടീച്ചർ ആയിരുന്നു ഓൾറെഡി. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഇതെനിക്ക് ഉണ്ടാവും. KG സെക്ഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുമായിട്ട്. അവരെ എങ്ങനെ മനസ്സിലാക്കണം, അവരെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അവരെ എങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാം. അപ്പം അതെന്തായാലും കണ്ടുപിടിച്ചു. എന്തായാലും എല്ലാവർക്കും നല്ല വ്യക്തിത്വം വാർത്തെടുക്കാൻ പറ്റട്ടെ. അത് നമ്മളെ വളർന്നു വരുന്ന തലമുറകൾക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്ന് ഞാൻ പറയാണ്. അതുപോലെ തന്നെ വിശ്വസ്തമായി നമ്മളിൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ അത്രയും കോൺസ്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും വേണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യാം മാഡം. താങ്ക് യു സഫീല മാം, താങ്ക് യു. എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ശനിയാഴ്ച ഇതുപോലെ അടുത്ത യൂണിറ്റ് ടോക്കിൽ അടുത്ത ഗസ്റ്റ് ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു, ലീവ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.